യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. വലിയൊരു ജീവിതാനുഭവമാണ്. ദൈവമക്കള് ആദ്യോട് അന്തം ഈ സാക്ഷ്യം ശ്രദ്ധയോടെ കേട്ടാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊക്കെ അത് വലിയ അനുഗ്രഹമായി തീരും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചും കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഈ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഈ ഒരു മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ കഴിയും. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് വലിയ കോട്ടയായി ഇന്നുവരെയും ഇരിക്കുന്നത്. പിന്നെയും തുടർന്ന് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഇതുണ്ട്, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ കഴിയുന്നവരൊക്കെ ജോയിൻ ചെയ്യുക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. സന്തോഷമായിരിക്കുന്നല്ലോ ആൻറ്റി? സന്തോഷമായിരിക്കുന്നു. കർത്താവ് നടത്തിയ ഒത്തിരി വിധങ്ങളുണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പം അതൊക്കെ കേൾക്കാനേ ഞങ്ങൾ ഒത്തിരി ആഗ്രഹത്തോടു കൂടെ ആയിരിക്കുകയാണ്. എന്നാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയുവാനുള്ള എല്ലാ ദൈവകൃപയും പരിശുദ്ധാത്മാവ് ദൈവദാസിക്ക് നൽകി തരട്ടെ. സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പോൾ, വാഴ്ത്തുന്നപ്പോൾ അങ്ങോട്ട് സാന്നിധ്യം, അങ്ങോട്ട് ദയ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ച് കൊണ്ടുവന്ന സ്നേഹത്തെ ഓർത്ത് സ്തുതിക്കുന്നു. പിന്നെയും അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിർമ്മലതയോടെ നിൽപ്പാനുള്ള കൃപ തന്നാട്ട് അങ്ങ് ചെയ്ത ഉപകാരങ്ങളും നന്മകളും അങ്ങയുടെ ഹല്ലേലൂയ മഹിമയും ഒക്കെ കർത്താവെ സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ഹല്ലേലൂയ ഒരാശ്വാസമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ടും. അങ്ങയുടെ നാമം ഉയർത്തപ്പെടട്ടെ. അനേകരെ ക്രിസ്തുവിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയായി തീരട്ടെ. കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ടെസ്റ്റ് മണിക്ക് വേണ്ടി നൽകി തരികയാണ്. സാക്ഷ്യത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ ഒന്ന് പറഞ്ഞാട്ട് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തിയാട്ട് എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട്, മക്കള്, അവരുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാട്ടോ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കളെ കൊല്ലാട്ടായിരുന്നു. കൊല്ലാട്ട് അവരിലെ മൂന്നാമത്തെ മകളായി ഞാൻ ജനിക്കാനിടയായി. എന്നാൽ മൂത്ത 2 പേരെ ജനിച്ച ഉടനെ തന്നെ മരിച്ചുപോയി. ദൈവകൃപയാൽ കർത്താവ് എന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നു. അതിൻ്റെ ഇളയ ഒരു അനിയത്തി, ഒരു സഹോദരനുമുണ്ട്. ഇപ്പോൾ ഞാനായിരിക്കുന്നത് നാരകത്തോട്ടാണ്. ഞാനും എൻ്റെ ഭർത്താവുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. ഒരാൾ കോട്ടയത്തുണ്ട്, കുടുംബമായിട്ട് അവരവിടെ താമസിക്കുന്നു. ഒരാൾ കുവൈറ്റിൽ കുടുംബമായിട്ടായിരിക്കുന്നു. ഒരാൾ അമേരിക്കയിലെ കുടുംബമായിട്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് വന്ന് ഞങ്ങളെ കാണുകയും കർത്താവിൽ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവം കൃപയാൽ അവരെ നടത്തുന്നു. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അവരുടെ മക്കളെ കാണാൻ ദൈവം സഹായിച്ചിരിക്കുന്നു. കുഞ്ഞമ്മ, ഒഫീഷ്യൽ നെയിം മറിയാമ്മ ഏബ്രഹാം. എൻ്റെ പ്രിയപ്പെട്ടവന്റെ പേര് PC ഏബ്രഹാം. ഞങ്ങള് എയർഫോഴ്സിൽ ജോലിയായിരുന്നു അദ്ദേഹത്തിന്. ഇപ്പൊ റിട്ടയർ ആയിട്ട് ഞങ്ങൾ നാട്ടിലെത്തിയിരിക്കുന്നതാണ്. ഓക്കെ. താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ ദേവദാസിക്ക് നൽകി തരികയാണ്. ജീവിതത്തിന്റെ അനുഭവത്തെ നമ്മുടെ ഓഡിയൻസുമായി ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഏറ്റവും പ്രതികൂലമായിരുന്നൊരു സാഹചര്യത്തില് ദൈവം എന്നോട് സംസാരിച്ചു. യെശയ്യാ പ്രവചനം 49-ാം അധ്യായം വായിച്ച് ബലം ഏറ്റെടുത്തുകൊള്ളുക. അതിൻ്റെ അവസാന വാക്യമാണ്, യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു, സകല ജഡവും അറിയും. യാക്കോബിന്റെ വീരനായ നിന്റെ വീണ്ടെടുപ്പുകാരൻ സകല ജഡവും അറിയും. അപ്പൊ ആ വചനം എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. അപ്പം ഞാൻ ഓർത്തു, കർത്താവ് ഇത് ഞാനാണല്ലോ അറിയിക്കേണ്ടത്. അപ്പോൾ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവാണ് അത് ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച്, കാരണം ജീവിതത്തിലെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നുപോയി. പക്ഷെ കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണയെന്നുള്ള ദൈവത്തിന്റെ വചനം ഒരിക്കലും അവൻ മാറിയിട്ടില്ല.
അവൻ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് ദൈവം നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവത്തിന്റെ വാഗ്ദത്ത വചനമുണ്ട്. ആ വചനം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ക്രിയ ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രത്യേകമായ 2 സാഹചര്യങ്ങളിലൂടെ കടന്നുപോയത് ഞാൻ പറയട്ടെ. 2 ആക്സിഡന്റുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ചാണ്ടിയാറിൽ ജോലിയായിരുന്ന സമയത്ത് ആൻറ്റി ഡൽഹി പ്രേസ് ലോഡ്, പ്രേസ് ലോഡ്, പ്രേസ് ലോഡ്. ആൻറ്റി ഇവിടെ ജനനം തൊട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ, സ്കൂൾ വിദ്യാഭ്യാസം അങ്ങനെ തൊട്ടൊന്ന് പറഞ്ഞു വന്നാൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും പ്രേക്ഷകർക്ക്. ഓക്കെ. സ്കൂൾ വിദ്യാഭ്യാസം ചെറുപ്രായത്തിലെ എൻ്റെ മാതാപിതാക്കളോടൊപ്പം തന്നെ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം നടക്കാനിടയായി. പ്രീ ഡിഗ്രി വരെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പ്രീ ഡിഗ്രി പരീക്ഷയുടെ ഏറ്റവും അവസാനത്തെ പ്രാക്ടിക്കൽ പരീക്ഷയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും എന്നെ വിവാഹം ചെയ്യാനുള്ള ആളവിടെ കടന്നു വന്നിരിക്കുന്നത് കാണുവാനിടയായി. മാതാപിതാക്കൾ ക്ഷണിച്ചു വരുത്തിയതാണ്. ദൈവത്തിന്റെ കൃപയാൽ ആ വിവാഹം തന്നെ കർത്താവ് ഉറപ്പിച്ചു. ഇന്ന് ഞങ്ങൾ കുടുംബമായിട്ട് 1970 ഞങ്ങളുടെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി. ഇത്രയും വർഷക്കാലം ദൈവം പരിപാലിച്ചു, സൂക്ഷിച്ചു. തലമുറകളും ഒക്കെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ ദൈവം സഹായിച്ചു. അവരൊക്കെയും ഓരോ സ്ഥലത്ത് ജോലിക്കാരായിട്ടിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലും ദൈവം അവരെ കൃപയിൽ മറിക്കുന്നവർക്കെല്ലാം തലമുറകളെ കൊടുത്തു, അനുഗ്രഹിച്ചു. ദൈവകൃപയാൽ എല്ലാവരും സന്തോഷമായിരിക്കുന്നു. മാത്രമല്ല ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നുള്ള ദൈവത്തിന്റെ തിരുവചനം എനിക്ക് വേണ്ടി ദൈവം ക്രിയ ചെയ്തു തന്നു. കാരണം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു. പാരമ്പര്യമായ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എല്ലാ ആരാധനകളും വളരെ ഭക്തിയോടെയൊക്കെ നടന്ന കാലയളവുകളാണ്. എന്നാൽ വാസ്തവമായ ജീവനുള്ള ദൈവത്തെ, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവത്തിന്റെ വചനമൊന്നും അറിയാതെ നടന്ന കാലയളവ്. കൃപയാൽ മാത്രം രക്ഷയിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്നാനത്തിന് വേണ്ടി മറ്റാരും വന്ന് പറഞ്ഞു തന്നല്ല. ദൈവവചനം വായിച്ചപ്പോൾ എൻ്റെ സഹോദരി എന്നോട് ചോദിച്ചു, സ്നാനത്തെപ്പറ്റി പലരും പറയുന്നു, എന്നാൽ നീ എന്ത് പറയുന്നു പറഞ്ഞു. എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ വായിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വേദോസ്തവം വായിക്കാൻ തുടങ്ങി. ദൈവവചനം വായിച്ചു വന്നപ്പോൾ യേശുക്രിസ്തു സ്നാനപ്പെട്ടത്, അനേകരെ സ്നാനപ്പെടുത്തിയത്, ശിഷ്യന്മാർ സ്നാനപ്പെട്ടത്, പിന്നെ ഇങ്ങോട്ട് തുടർന്ന് ഭാഗങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഷണ്ണനും പീലിപ്പോസും കൂടെ പോകുന്ന ഒരു ഭാഗം എന്നെ പിടിച്ചു നിർത്തി. കാരണം ഷണ്ണനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, പീലിപ്പോസ് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഇതാ വെള്ളം കാണുന്നു, ഞാൻ സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സമെന്ന് ചോദിച്ചു. പറഞ്ഞു, നീ പൂർണ്ണമായി വിശ്വസിക്കുന്നു എങ്കിലാകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവെ, ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തെ വിശ്വസിക്കുന്നല്ലോ, അപ്പോൾ എനിക്കാണല്ലോ ഇതിന്റെ അത്യാവശ്യമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം കൊണ്ട് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന വചനങ്ങളൊക്കെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതുന്നുണ്ട്. അന്ന് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ ആ വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു സ്നാനപ്പെടാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ദൈവകൃപയാൽ ഈ വചനങ്ങളെല്ലാം എൻ്റെ സഹോദരിക്ക് എത്തിച്ചു കൊടുക്കാനിടയായി. ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് സ്നാനപ്പെടാൻ ദൈവം കൃപയാൽ ഇടയാക്കി. ന്യൂ ഇന്ത്യ ദൈവസഭയിലാണ് പോയി സ്നാനപ്പെട്ടത്. അന്ന് തമ്പി പാസ്റ്ററും മറിയം ആൻറ്റി ജീവിച്ചിരിക്കുന്ന കാലയളവ് അവരാണ് എന്നെ സ്നാനപ്പെടുത്താനായിട്ട്. അതിനു മുമ്പ് കർത്താവ് എനിക്ക് രോഗസൗഖ്യം തന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയാണ് കർത്താവിനെ വാസ്തവമായിട്ട് വിശ്വസിക്കാനിടയായത്. ഇനി ഞാൻ ആ കാര്യം ഒന്ന് പറയട്ടെ. ഞാൻ കർത്താവിനെ കണ്ടെത്താനിടയായ കാര്യം. കാരണം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യം എനിക്കുണ്ടായ വിഷയം എൻ്റെ കാലിന് നീര്, യൂറിനറി ഇൻഫെക്ഷൻ. പിന്നെ അത് ചില ദിവസങ്ങളിൽ, ചില ആഴ്ചകൾ അങ്ങനെ മരുന്ന് വാങ്ങിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും ഒരു പ്രയോജനവും കണ്ടില്ല. എന്നെ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടുവാനിടയായി. ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് 6 മാസം ചികിത്സ ചെയ്യാൻ പറഞ്ഞു. എൻ്റെ യൂട്രസിന് കട്ടിക്കുറവാണ്. ആ ലേഡി ഒരു പ്രൊഫസറും കൂടിയാ. എൻ്റെ അടുത്ത് പറഞ്ഞു, യൂട്രസ് എടുത്ത് കളയണം, അതിന് മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ആകണമെന്ന് പറഞ്ഞു. മെഡിക്കൽ കോളേജിലെ താമസം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ കാരിത്താസിന് പോകാനിടയായി. അവിടെ ചെന്ന് പരിശോധനയിൽ എൻ്റെ യൂട്രസിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല എന്ന് പറയുവാനിടയായി. ദൈവകൃപയാൽ ആ യൂട്രസ് ഇന്നും എൻ്റെ ശരീരത്തിൽ ഭദ്രമായിട്ടിരിക്കുന്നു, നീക്കം ചെയ്യാനിടയായില്ല. തുടർന്നുള്ള പ്രയാസങ്ങൾ, അന്നേരം എനിക്ക് മലം വയറ്റിൽ നിന്ന് പോകുമ്പോഴത്തേനും വളരെ മുറുകി പോകുന്ന അവസ്ഥ, ബ്ലഡ് കൂടെ പോകും, ബ്ലഡ് ഛർദ്ദിക്കും, എനിക്ക് കുനിയാൻ മേല, നൂരാൻ മേല, വയറിൻ്റെ ഇടത്തുവശത്ത് വേദന, ഇത്രയാണ് പ്രശ്നം. അപ്പം ആ സമയത്താണ് പിന്നെ തുടർന്ന് എക്സ്റേ സ്കാനിങ്ങുകളെല്ലാം നടത്തി. ചുരുക്കി പറഞ്ഞാൽ 2.5 വർഷം ചികിത്സിച്ചിട്ട് ഒരു ഭേദവും അതിനകത്ത് കാണാതെ വന്നു. 2.5 വർഷമായപ്പോഴത്തേക്കിനും ചികിത്സയിൽ ഇരിക്കെ തന്നെ മാറി മാറി ഡോക്ടേഴ്സ് പരിശോധിക്കുന്നുണ്ട്, മരുന്നുകൾ തരുന്നുണ്ട്, പക്ഷേ ഒന്നും രക്ഷയില്ല. എനിക്ക് മലം കൺട്രോൾ ചെയ്യാൻ മേലെന്നായി. ഇപ്പോൾ ഒരു ഇഡലി കഴിച്ചാൽ അന്നേരം വയറ്റിന്, ഒരു കാപ്പി കുടിച്ചാൽ അന്നേരം വയറ്റിന്, അങ്ങനെയുള്ള സ്ഥിതി ആയി കഴിഞ്ഞപ്പോഴത്തേനും 6 മാസം അവർ ചികിത്സിച്ചു ആ കാര്യത്തിനും. ഇത് മലം കൺട്രോൾ ചെയ്യാൻ മേലാതെന്ന് 6 മാസം ചികിത്സിച്ച് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാപ്രോട്ടോണമി നടത്താം, മലം പാക്കറ്റിലേക്ക് ആക്കാമെന്ന്.
ഞാൻ വളരെ സങ്കടത്തിലായി. അലമ്പാക്കിയിട്ടിലാക്കിക്കൊണ്ട് ജീവിതം ഞാൻ ആഗ്രഹിച്ചില്ല. കർത്താവെ മരിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു ചിന്തിച്ച സമയങ്ങളാണ്. എന്നാല് ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ചു. 2½ വർഷത്തെ ചികിത്സയുടെ റിസൾട്ടുകളും, സ്കാനിംഗ് റിസൾട്ട്, എക്സ്റേകള്, ഡോക്ടർമാരുടെ സജഷൻ എല്ലാം കൂടി എഴുതി തന്ന് ഞങ്ങളെ ഓപ്പറേഷന് വേണ്ടി തീരുമാനിച്ച ദിവസം, നാളെ ഓപ്പറേഷനാണ്. ഇന്നത്തെ പകൽക്കാലം എൻ്റെ സഹോദരി തന്നെ കടന്നു വന്ന്, അന്ന് വിശ്വാസിയൊന്നും അല്ല സഹോദരി, എവിടുന്നൊക്കെയോ കേട്ട വചനമാണ്. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, "നീ ഓപ്പറേഷന് വേണ്ടി പോകാൻ തീരുമാനിച്ചല്ലോ. അത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്ത സാഹചര്യം. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു. ഇത് ദൈവത്തിൻ്റെ തിരുവചനമാണ്. മാത്രമല്ല നിന്റെ ജീവിതത്തിലെ അന്യാരാധനകളൊക്കെയും വിടണം. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു അന്യാരാധനയും ചെയ്യുന്നില്ല. ഞാൻ നോയമ്പെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒത്തിരി ഭക്തികാര്യങ്ങളെല്ലാം പറഞ്ഞു. 5 പള്ളി തീർത്ഥാടനം നടത്തി എല്ലാം ചെയ്തു. പക്ഷേ മകളെ, സ്വർഗത്തിലുള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയോ ചായയോ ഉണ്ടാക്കി വന്ദിക്കുകയോ സേവിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുതെന്ന് പറഞ്ഞു. ആ വചനം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എൻ്റെ കയ്യിൽ എന്തൊക്കെ അന്യാരാധനയുണ്ടെന്ന് നീ തന്നെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാനൊന്നും ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ ചേച്ചി പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കടന്നുപോയി. പോയി കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം കൃപയാൽ ഇടയാക്കി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു ഫോട്ടോയും അതിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈറ്റൊക്കെ കത്തുന്നതുകൊണ്ട് എനിക്ക് വളരെ ഭക്തിയാണ്. പടങ്ങളെ എല്ലാ പ്രാർത്ഥനകളും അങ്ങനെയുള്ള സകല കാര്യങ്ങൾ, ഭക്തിമാർഗ്ഗങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് ഞാൻ സ്വീകരിച്ചിരുന്ന വ്യക്തിയാ. അപ്പം ഈ ഫോട്ടോ താഴെ വീണാ പൊട്ടിപ്പോകും. അതിനകത്തിരിക്കുന്ന പടം കത്തിച്ചാൽ കത്തിപ്പോകും. ഇത്രയേ ഉള്ളൂ. പക്ഷേ ജീവനുള്ള ദൈവം ഒരിക്കലും മാറിപ്പോകുന്നില്ല. എന്നേക്കും അവൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നു. പരിശുദ്ധാത്മാവ് തന്നെ മനസ്സിലാക്കി തന്നു കഴിഞ്ഞ് ഞാൻ കട്ടിലേന്ന് ഇറങ്ങിയിരുന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അങ്ങ് കരയാൻ തുടങ്ങി. കർത്താവേ, അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ, ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇന്ന് മുതൽ ഞാൻ ആ ദൈവത്തെ മാത്രമേ സേവിക്കൂ, ആരാധിക്കൂ, വന്ദിക്കൂ എന്ന് തീരുമാനമെടുത്തു. ദൈവകൃപയാൽ ഇന്ന് വരെയും അന്നെടുത്ത ആ തീരുമാനത്തിൽ നിലനിൽക്കാനും ദൈവമായ കർത്താവ് സഹായിക്കുന്നു. ഒരന്യാരാധനയും ചെയ്യാൻ പോകാതെ ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറ്റപ്പെടുവാൻ ദൈവം ഇടയാക്കി. ദൈവകൃപയാൽ അങ്ങനെയാണ് ദൈവാധികം. എന്നിട്ട് അടുത്ത ദിവസം ഓപ്പറേഷന് വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ ദൈവം ഒരു മാറ്റം തന്നു. മാറ്റം തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ഡോക്ടറുടെ പേര് നിർദ്ദേശിച്ച് ആ ഡോക്ടറുടെ പേർക്കുള്ള എഴുത്തും എല്ലാം കയ്യിലുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യണം, ഇന്ന് വേറൊരു ഡോക്ടർ തിരുവനന്തപുരത്തു നിന്ന് ഇവിടെ വന്നിട്ടുണ്ട്, ഡോക്ടേഴ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അദ്ദേഹത്തെ കൂടി ഒന്ന് കാണിച്ചിട്ട് ഓപ്പറേഷന് വേണ്ടി പോയാൽ മതിയെന്ന് പറഞ്ഞു. ദൈവകൃപയാല് അത് ദൈവം തന്നെ അവിടെ തീരുമാനിച്ച കാര്യമായിരുന്നു മനസ്സിലായത്. ചെറിയ നിസ്സാരമായ ഒരു പരിശോധനയില് അദ്ദേഹം കണ്ടുപിടിച്ചത്, നിങ്ങൾ എന്നെ ഒരു ഡെസ്കേലോട്ട് കമത്തി കിടത്തി കൈയും കാലും ഒക്കെ പുറകോട്ട് എടുപ്പിച്ചു, പെടലി ഒന്ന് പുറകോട്ട് വെക്കാൻ പറഞ്ഞു. എൻ്റെ നടുവിന് ഭയങ്കര വേദന ചെയ്യുമ്പോൾ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റോ, നിങ്ങളുടെ വൻകുടലിന് പ്രയാസമുണ്ട്, അതുകൊണ്ട് എക്സ്റേ എടുത്താൽ കാണാം. ഞാൻ പറഞ്ഞു, 2½ വർഷം മുമ്പ് എടുത്ത് എക്സ്റേ കയ്യിൽ ഇരിപ്പുണ്ട്. എടുത്തുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പം കുറേ എക്സ്റേകളുണ്ട്. എല്ലാം മാറ്റിയിട്ട് എക്സ്റേ കയ്യിൽ എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഉണ്ടല്ലോ, ഇതിനകത്ത് പ്രശ്നം കിടപ്പുണ്ടല്ലോ, നല്ല തെളിഞ്ഞു കിടക്കുന്നു എക്സ്റേ. കാരണം പുക്കിളിൻ്റെ അവിടെ തൊട്ട് മലദ്വാരം വരെയുള്ള ഭാഗത്ത് വൻകുടല് ഒരു വളവ് പോലും ഇല്ലാതെ, ഒരു ചുരുക്കം പോലും ഇല്ല, മടങ്ങി മടങ്ങി കിടക്കേണ്ട കുടല് നമ്മൾ വെള്ളം അടിക്കുന്ന പ്ലാസ്റ്റിക് ഹോസ് പോലെയാണ് കിടക്കുന്നത്. അവിടെ 2 സ്ഥാനത്ത് സ്പാർക്സ് ഇൻ ദ ജോയിന്റ്സ്. അപ്പൊ പറഞ്ഞു, ഇതാണ് പ്രശ്നം. പക്ഷേ ഓപ്പറേഷൻ ഞാൻ 1% പോലും എൻ്റെ ഭാഗത്തുനിന്ന് സജഷൻ തരത്തില്ല. കാരണം ചെയ്താൽ വിജയിക്കത്തില്ല. ഈ മലദ്വാരം വരെ എത്തുന്ന ഭാഗമായതുകൊണ്ട് അത് ഒരിക്കലും വിജയത്തിലേക്ക് വരത്തില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണ്ട എന്ന് തന്നെ അദ്ദേഹം തീർത്തു പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മരുന്ന് തരാം, നിങ്ങളുടെ ഈ വിഷമം അതിനകത്ത് കുറെ വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. മരുന്ന് തന്നു. ഞങ്ങളതിനെ സംബന്ധിച്ച് അങ്ങനെ ദൈവകൃപയാൽ ആ ഓപ്പറേഷൻ മാറിക്കിട്ടി. ഇന്ന് പാക്കറ്റ് ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ കൃപയാലാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് മരുന്ന് തരാൻ തുടങ്ങി. 1½ മാസം മരുന്ന് കഴിച്ചപ്പോഴേക്കും ഒരാശ്വാസമൊക്കെ എനിക്ക് ലഭിച്ചിരുന്നു. പക്ഷേല് എൻ്റെ നാക്ക് കുഴഞ്ഞ് സംസാരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു. കാല് ബാലൻസ് ഇല്ല, നിൽക്കാനും പറ്റത്തില്ല, വീണു പോവുക. പെട്ടെന്ന് എന്നെ ഇങ്ങനെ മറിഞ്ഞു പോകുന്ന കണ്ടുകൊണ്ട് എന്നെ കട്ടിലേ കൊണ്ട് കിടത്തി. എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി ആ സമയത്ത് പെട്ടെന്ന് അവിടെ കടന്നു വരുവാനിടയായി. എന്നെ താങ്ങി പിടിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങളെ കാട്ടിലേ കൊണ്ട് കിടത്തിച്ച് ഡോക്ടറുടെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് പോയി പറഞ്ഞു, സ്റ്റോപ്പ് ദ മെഡിസിൻ. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആ മെഡിസിനും കൂടെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ എൻ്റെ അവസ്ഥ
അന്നത്തെ അവസ്ഥയിൽ ഇത്രയും സിംറ്റംസ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മരുന്നോട് ഇല്ലാതായി കഴിഞ്ഞാൽ എങ്ങനെ? പക്ഷെ ഒരു വിശ്വാസം കർത്താവ് എന്നിൽ പകർന്നു തന്നു. കണ്ടുപിടിച്ച് തന്ന് 2.5 വർഷം കളഞ്ഞിട്ട് കണ്ടുപിടിക്കാഞ്ഞ രോഗം കണ്ടുപിടിച്ചല്ലോ. ആ ദൈവത്തിന് ഇതിനെ കുറച്ചു തരാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ദൈവം എനിക്ക് തന്നു. അനേകർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ കൃപയാല് പറഞ്ഞു 1.5 മാസമായപ്പോഴേക്കും എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും മാറി. എനിക്ക് കുനിയാനും നിവരാനും പറ്റുന്നു. വേദനകൾ മാറി. വയറിന്റെ വേദന മാറി. നടുവിന്റെ വേദന മാറി. ബ്ലഡ് ഛർദ്ദിക്കുന്നില്ല. ബ്ലഡ് വയറ്റീന്ന് പോകുന്നില്ല. മലം പോകുന്നതും കൺട്രോളിലായി. യാതൊരു പ്രയാസവും കൂടാതെ ഇന്ന് ദൈവകൃപയാൽ 36 വർഷമായിട്ട് ആ കാര്യത്തിന് ഒരു മെഡിസിൻ പോലും എടുക്കാതെ ദൈവം എന്നെ സഹായിച്ച് നടത്തുന്നു. എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവയായ ഞാൻ നിന്റെ രക്ഷിതാവും യാക്കോബിന്റെ വീരൻ നിന്റെ വീണ്ടെടുപ്പുകാരനെന്ന് സകല ജഡവും അറിയുന്നതിനായിട്ട് ഇന്നിപ്പോ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവ് മാത്രമാണ് പ്രവർത്തിച്ച് സൗഖ്യം തന്നത്. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ എനിക്ക് ഡയബറ്റിക്കിന്റെ പ്രയാസം ഉണ്ടായി. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറഞ്ഞ രോഗം ബാധിച്ചു. എൻ്റെ ഇടത്ത് കാലില് മുട്ടിന് താഴോട്ട് ഈ വട്ടം വട്ടം വെച്ച് പഴുപ്പ് പുറത്തോട്ട് വരാൻ തുടങ്ങി. വ്രണമായി അതിനകത്തൂടെ പഴുപ്പ് പുറത്തോട്ട് വരാൻ തുടങ്ങി. അസ്ഥി വരെയും കണ്ട സാഹചര്യമുണ്ട്. എന്നാല് ദൈവകൃപയാൽ അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം തന്നെ അതിനകത്തുനിന്ന് സൗഖ്യമാക്കി. ആ മുറിവുകളെ എല്ലാം ദൈവം കെട്ടിത്തന്നു. പിന്നത്തേതിൽ ആ കാലിൽ നിന്ന് തൊലി ഉരിഞ്ഞു പോകുമായിരുന്നു. മുട്ടിന് താഴോട്ട് ഉണ്ടാകുന്ന തൊലി അന്നേരെ തൂത്ത് കഴിഞ്ഞാൽ അങ്ങ് തൊലി ഉരിഞ്ഞങ്ങ് പോകുന്ന പോലെ ഉള്ള അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തില് കാലെ നോക്കാൻ പോലും നമുക്ക് പറ്റിയില്ല. അതേപോലത്തെ ആ കളറിലാണ് ആ കാലിരിക്കുന്നത്. ഇൻഫെക്ഷൻ ആകുമെന്ന് എനിക്കും അറിയാം. പക്ഷേ ദൈവകൃപയാല് ദൈവം തന്നെ ആ കാര്യത്തിനും സമാധാനം ഉണ്ടാക്കി തന്നു. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ് ആൻറ്റി. ദൈവം സമാധാനം ഉണ്ടാക്കി, ദൈവം സൗഖ്യമാക്കി സൗഖ്യം എന്നൊക്കെ ആൻറ്റി പറഞ്ഞു. പക്ഷെ അതെങ്ങനെ ദൈവം ജസ്റ്റ് നമ്മൾ പ്രാർത്ഥിച്ച് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറിയതാണോ, അതോ എന്തെങ്കിലും ദൈവികമാകുന്ന ഇടപെടൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അദൈവികമായ ഇടപെടൽ ഈ തൊലി ഉരിഞ്ഞു പോയപ്പോഴത്തേക്കിനും ഉം. ഞങ്ങൾ ആ സഭയിലെ കർത്താവിന്റെ ദാസി കടന്നു വന്നു. പുള്ളിക്കാരത്തിക്കും തലേ രാത്രിയിൽ ദൈവശബ്ദം ഉണ്ടായി. ഈ അസ്ഥി എനിക്ക് വേണ്ടി ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നൊരു ചോദ്യം. അതെ, എസ്കേലിനകത്തുണ്ട്. അതെ, ജീവിക്കാനായിട്ട് ദൈവത്തിന്റെ വചനമുണ്ട്. അപ്പൊ ഇതിനകത്തൊരു വചനം എനിക്ക് കിട്ടിയത്. എനിക്കും അതേ രാത്രി തന്നെ ഒരു ദർശനം തന്നു. ആദ്യം ഒരു ചെറിയ വട്ടം, പിന്നെ അത് വട്ടം വലുതായി പല വട്ടങ്ങളായി. ഇപ്പൊ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെയും കടന്നു വന്നിരിക്കുന്നു. അപ്പം അതിനകത്ത് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു നീരസത്തിന്റെ വിഷയം എനിക്ക് മനസ്സിലാക്കി തന്നു. ഈ ആന്റി കടന്നു വന്നപ്പോഴത്തേക്കിനും ഞാൻ സംസാരിച്ചു. പരസ്പരം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവൻ ഒരുവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യം ഉണ്ടാകുന്നുള്ള ദൈവത്തിന്റെ വചനവും തന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു നീരസത്തിന്റെ വിഷയത്തെപ്പറ്റി പറയുവാനിടയായി. ഞങ്ങൾ പരസ്പരം ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവകൃപയാൽ അന്ന് തന്നെ സൗഖ്യമാക്കിയിട്ട് ഇന്ന് വരെയും ആ തൊലി നിലനിൽക്കുന്നു. 36 വർഷം കഴിഞ്ഞിട്ടും ദൈവകൃപ. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടൽ അന്നുണ്ടാകുവാനായിട്ട് ഇടയായി. ഞാൻ എൻ്റെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 2 അത്ഭുതകരമായ സൗഖ്യം എൻ്റെ ശരീരത്തിൽ നിന്ന്. പിന്നെ ഒരു പ്രാവശ്യം എനിക്ക് 4 ദിവസം ചെവി കേൾക്കാൻ മേല. ഒരു ചെവി. ഒരു ചെവിക്ക് കേൾവിയില്ല. ഫോൺ ബെല്ലടിച്ചാൽ പോലും ആ ചെവി കൊണ്ട് കേൾക്കത്തില്ലാത്ത അവസ്ഥ. ദൈവത്തോട് മാത്രം പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ദൈവകൃപയാല് 5-ാം ദിവസം ആ ചെവി തുറന്നു തന്നു. ഇന്ന് ദൈവകൃപയാൽ കേൾക്കുന്നതിന് ഒരു തടസ്സവുമില്ല. ആ ദൈവം ആ കാര്യത്തെ സഹായിക്കുന്നുണ്ട്. അത് ഒരു പോരാട്ടമായിരുന്നെന്ന് മനസ്സിലാക്കി തന്നു. ആ പോരാട്ടം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ പറഞ്ഞപ്പോഴാണ് അത് മാറിപ്പോയത്. അങ്ങനെ ആ ചെവി തുറന്ന ആ നിമിഷം മുതൽ ചെവി തുറന്നു തരുവാനായിട്ട് ഇടയായി. ഇപ്പം കർത്താവായ യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതത്തെ പുറത്താക്കുന്നു. ഈ വചനങ്ങൾ ഓരോന്നും ജീവിതത്തിൽ നിവർത്തിച്ച് കാണാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി വന്ന് എനിക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ദൈവകൃപയാല് ഭക്ഷണം കഴിക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ ഒന്നും തടസ്സമില്ലാതെ ദൈവകൃപ പകർന്നു തന്ന് ദൈവം എന്നെ ഇന്ന് വരെയും നടത്തുന്നുണ്ട്. പഞ്ചസാര മാത്രം ഉപയോഗിക്കത്തില്ലെന്നേ ഉള്ളൂ. മറ്റ് പഴങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഭക്ഷിക്കാനായി ചോറും ഒക്കെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ദൈവം എന്നെ നടത്തുന്നുണ്ട് അതിനകത്ത്. പിന്നെ തലമുറകളുടെ വിഷയങ്ങൾ വന്നപ്പോൾ എല്ലാം പ്രാർത്ഥിക്കുക, ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ കർത്താവ് എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായ 2 ആക്സിഡന്റുകളെ പറ്റി ഞാൻ പറയാം. ഒന്ന്, ഞങ്ങൾ ചാണ്ടിയാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓൾഡ് ഡൽഹിയിൽ നിന്ന് ന്യൂഡൽഹി വരെ റിസർവേഷൻ ഉണ്ട്. പിന്നെ ഒരു ചെറിയ സ്റ്റേഷൻ മാറി ഓൾഡ് ഡൽഹി ചെല്ലണം. അപ്പോൾ അതിന് ട്രെയിനിലെ ഏതെങ്കിലും കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറിക്കോ, എൻ്റെ പ്രിയപ്പെട്ടവൻ ലഗേജുമായിട്ട് കയറിക്കോളാം എന്ന് പറഞ്ഞു.
യാത്ര ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ഞാനങ്ങനെ സമ്മതിച്ച് കയറി. അപ്പം അന്ന് എൻ്റെ കയ്യിൽ മൂത്ത മോള് 90 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ, കൈക്കുഞ്ഞുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളെല്ലാം നിറഞ്ഞാ വരുന്നത്. ഒന്നിലും കയറാൻ വയ്യാതെ. അവസാനം ഗാർഡിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള കമ്പാർട്ട്മെൻറ്റിൽ കയറിയില്ലെങ്കിൽ എനിക്ക് കയറി പറ്റാനായിട്ട് സാധിക്കത്തില്ല. തന്നെയല്ല എൻ്റെ ഏത് കമ്പാർട്ട്മെൻറ്റിൽ കയറിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഭാഷ വശമില്ല. എൻ്റെ കയ്യിൽ പൈസയില്ല. ഈ കുഞ്ഞ് മാത്രം എൻ്റെ കയ്യിൽ ഇങ്ങനെ 90 ദിവസം കഴിഞ്ഞുള്ളൂ. അതിനെ ഇങ്ങനെ ഇടത്ത് കൈയിൽ പിടിച്ചിരിക്കുന്നു. വലത്ത് കൈ കൊണ്ട് ഞാൻ ഈ ട്രെയിനിൻ്റെ കൈപ്പിടിയിലെ കയ്യിൽ പിടിച്ചു. ഒരു കാലും ചവിട്ടി. ആ സമയത്ത് വിസിലടിച്ചു. ട്രെയിൻ പെട്ടെന്ന് മൂവ് ചെയ്തു. ദൈവകൃപയാൽ 3 പ്രാവശ്യം ആ ട്രെയിനിന്റെ പുറത്ത് കിടന്നാടി. ഈ കുഞ്ഞുമായിട്ട് പുറത്ത് കിടന്നാടി. ദൈവം തന്റെ ദൂതനെ അയച്ച് രക്ഷിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പോലെ ഒരു വ്യക്തിയെ ദൈവം അതിന് ഉപയോഗിച്ചു. അവൻ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കണം, ദൈവം നിന്നെക്കുറിച്ച് എന്റെ ദൂതന്മാർ കൽപ്പിക്കുന്നുള്ള വാഗ്ദത്തമാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എനിക്ക് മനസ്സിലായി ഇത് ദൈവമാ ചെയ്തതെന്ന് മനസ്സിലായില്ല. എന്നാൽ കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഞാനൊരു പ്രാർത്ഥനാ സ്ഥലത്തിരിക്കുമ്പോൾ ഒരു പ്രവചന ശുശ്രൂഷയുള്ള ഒരു ദൈവത്തിന്റെ ദാസി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പറയുകയാണ്, മകളെ നീ നിന്റെ കൈക്കുഞ്ഞും കൂടെ ആ ട്രെയിനിന്റെ പുറത്ത് കിടന്ന് 3 പ്രാവശ്യം ആടിയപ്പോ ഞാനാണ് നിന്നെ രക്ഷിച്ചതെന്ന്. ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ മുഴുവൻ സമർപ്പിച്ചു. കർത്താവേ, ഒരാട്ടം പോലും അറിയുന്ന ദൈവം, എൻ്റെ കൈക്കുഞ്ഞുണ്ടായിരുന്നു, ഞാൻ ട്രെയിനിലായിരുന്നെന്നും ഇങ്ങനെ അറിയുന്ന ഒരു ദൈവത്തെ ഞാൻ എത്ര സ്തുതിച്ചാലും മതിയാകും, എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാകയില്ലോ. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ആക്സിഡന്റിൽ ദൈവം വിടുവിച്ചു. വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ സ്കൂട്ടറായി യാത്ര ചെയ്യുമ്പം കോട്ടയത്ത് ബേക്കർ ജംഗ്ഷന്റെ ഇറക്കം അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സ്കൂട്ടറിന്റെ ബ്രേക്ക് പൊട്ടിപ്പോയി. പെട്ടെന്ന് ഞാൻ വഴിയിലേക്ക് കമന്നടിച്ച് കൈ നൂർത്ത് വെച്ച നിലയിൽ കിടക്കാനിടയായി, വീണുപോയി. രാവിലെ 9 മണി സമയം, നല്ല തിരക്കുള്ള സമയമാണ്. ദൈവകൃപയാല് ഒരു വാഹനം പോലും എൻ്റെ മേൽ കയറി ഇറങ്ങാതെ അവിടെയും ദൈവം ദൂതനെ കൊണ്ട് പരിപാലിച്ചു. എന്നെ ആരൊക്കെയോ വന്ന് പൊക്കിയെടുത്ത് നിർത്തി ഇരുത്താനായിട്ട് എഴുന്നേൽപ്പിക്കാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ദൈവത്തിന്റെ കൃപയാൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ആ ബ്രേക്ക് പോയ സമയത്തും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ രക്ഷിച്ച് ഇന്ന് വരെയും പരിപാലിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ പല വീഴ്ച ഉണ്ടായിട്ട് അവിടെയെല്ലാം ദൈവം രക്ഷിച്ചു. ഇതാണ് 2 പ്രധാനമായിട്ടുള്ള ആക്സിഡന്റുകൾ ഉണ്ടായിരിക്കുന്നത്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാന് ഈ വിതയും കൊയ്ത്തും എന്നുള്ള എപ്പിസോഡിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിന്റെ തലേദിവസം, എന്നെ വിളിക്കുന്നതിന് തലേദിവസം ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം, പലരും പ്രാർത്ഥിക്കുമ്പം പൊന്നേശുവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു, പൊന്നു കരത്തിൽ ഏൽപ്പിക്കുന്നു, തങ്കച്ചോര, യേശുവിന്റെ ചങ്കിലെ അതെല്ലാം ഈ പൊന്നുമയം ചേർത്ത് ഇങ്ങനെ പറയുന്ന അവസ്ഥ. അപ്പം യേശുവിനെ പറ്റി വചനത്തോടൊന്നും കൂട്ടരുതെന്ന് ദൈവവചനമുണ്ട്, ബാധ വരുത്തുവെന്ന്. അപ്പോൾ ഇത് കൂട്ടിയാണല്ലോ പറയുന്നത്. യേശു എന്നല്ലാതെ വേറൊരു നാമം ഞാൻ വേദപുസ്തകത്തിൽ എനിക്കറിയില്ല. കർത്താവ് എന്നറിയാം, യേശുക്രിസ്തു എന്നറിയാം, അല്ലാതെ പൊന്നേശു, പൊന്നുകരം, തങ്കച്ചോര ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും, തങ്കമാർവ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിലില്ല. കർത്താവ് എനിക്കൊരവസരം തന്നിരുന്നുവെങ്കിൽ ഞാനിത് പറയാമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തെറ്റുപറ്റിയത് എവിടെയാണെന്നറിയാമോ? ഞാൻ ആ വിതയും കൊയ്ത്തും എന്നുള്ള എപ്പിസോഡിൽ പങ്കെടുത്തു, എൻ്റെ സാക്ഷ്യമെല്ലാം പറഞ്ഞു. പക്ഷേ ഈ കാര്യം മാത്രം പറയാൻ വിട്ടുപോയി, മറന്നുപോയി. അതെ, ഈ പറയാവുന്ന ദൈവസേനയിൽ ഏറ്റ കാര്യം പറയാൻ കഴിഞ്ഞില്ല. ഇന്ന് പറയാൻ ഒരവസരം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനത്തോടൊന്നും കൂട്ടരുത്, കുറയ്ക്കരുത്. ഇത് ദൈവവചനമാണ്, കൃത്യമായിട്ട് ആചരിക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലാക്കിക്കുന്നേ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്ന് നമുക്ക് നല്ലൊരു ആരാധന തന്നു എന്ന്. അപ്പം നമുക്കല്ല, ദൈവത്തിന് നമുക്ക് ആരാധന കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യമെന്ന് ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. ഇന്ന് നമുക്ക് ദൈവത്തെ നന്നായി ആരാധിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൽ സന്തോഷിക്കാൻ വകയുണ്ട്, നല്ലതായിട്ട് ആരാധിക്കാൻ കഴിഞ്ഞു. പക്ഷെ നമുക്ക് നമ്മൾ ആരാധനയ്ക്ക് യോഗ്യരല്ല, കർത്താവ് മാത്രമാണല്ലോ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം കൂടെ ദൈവം എനിക്ക് ബോധ്യം തന്നത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഓക്കെ ആൻറ്റി, ഓക്കെ ഓക്കെ. അപ്പം രക്ഷിക്കപ്പെട്ടത് ആൻറ്റി ഏത് പ്രായത്തിലാണ്, പ്രായത്തിലാണ്? ഞാൻ 1900-ലാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പം വിവാഹമൊക്കെ കഴിഞ്ഞ സമയമാണോ അതോ വിവാഹത്തിന് മുന്നേ? കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായി കഴിഞ്ഞിട്ടാണ് രക്ഷിക്കപ്പെടുന്നത്. പിന്നെ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആഭരണം നീക്കിയപ്പോഴത്തേക്കിന് വലിയ പ്രശ്നമായി കഴിഞ്ഞിട്ട് 6 വർഷക്കാലം എൻ്റെ പ്രിയപ്പെട്ടവൻ അതിനോട് വളരെ എതിർത്ത് അങ്ങനെ
ഒരു കാര്യം ചിന്തിക്കാൻ പോലും തനിക്ക് കഴിയാത്തൊരു കാലം. ഇങ്ങനെ എന്നെ പുറത്തെങ്ങും കൊണ്ടുപോവുകയില്ല, ഇങ്ങനെയുള്ള സാഹചര്യം. അപ്പൊ അങ്ങനെ ഇരിക്കെ ഒരിക്കലും ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടി ഒരു പരിപാടി ചെയ്തു. അപ്പോൾ ഒരു അതെ. മിനിറ്റ് ആൻറ്റി, ആൻറ്റി അപ്പം കേരളത്തിലാണോ അതോ ജോലിയാണെന്ന് പറഞ്ഞല്ലോ? കേരളത്തിലാ. കേരളത്തിൽ കേരളത്തിൽ. വന്നു കഴിഞ്ഞിട്ട് ഉം. ഒരു ഐക്യകൂട്ടായ്മ എന്നുള്ള ഒരു ഫെലോഷിപ്പുമായിട്ട് താൻ വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക. ഉം. അപ്പം ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ചു. മൂത്ത മകളന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവളും വന്നിട്ടുണ്ട്. ബോട്ട് യാത്രയല്ലേ, വലിയ സന്തോഷം. എല്ലാവരും ഒരുങ്ങുവാണ്, ഭക്ഷണം തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിലും. അപ്പൊ ഇങ്ങനെ തയ്യാറാക്കുമ്പോഴത്തേനും എന്നോട് ദൈവം നേരിട്ട് സംസാരിക്കുക, നീയും കുഞ്ഞുങ്ങളും ഈ ബോട്ടിൽ യാത്ര ചെയ്യരുത്, എൻ്റെ വല ഞാൻ അവരുടെ മേൽ വീശും, പതിരും മണിയും വേർതിരിക്കുന്ന അവസ്ഥയുണ്ട്. അയ്യോ യഹോവേ, ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കണമെന്ന് നിലവിളി ഉയരും, അപ്പോൾ എൻ്റെ കരം നീട്ടി രക്ഷിക്കും. അപ്പൊ ഞാൻ അന്നേരം കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എൻ്റെ ഭർത്താവും കൂട്ടത്തിൽ പോകുന്നുണ്ടല്ലോ. അപ്പം അതിന് ദൈവം മറുപടി തന്നു, എൻ്റെ ഭർത്താവ് വെള്ളത്തിന്റെ ആഴത്തിലേക്ക് എറിയപ്പെട്ടാൽ പോലും എൻ്റെ വലങ്കര നീട്ടി അവനെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഏതായാലും അവരും പോകാതെ ദൈവത്തിന്റെ വാക്കനുസരിക്കാൻ തയ്യാറായി. ഞാനും പോയില്ല. പക്ഷെ അന്ന് സംഭവിച്ചത് ബാക്കി എല്ലാവരും പോയി. 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞ് വരെ ആയിട്ടും പോയവരുണ്ട് അതിനകത്ത്. ദൈവകൃപയാല് അന്ന് പോയി കഴിഞ്ഞ് വേമ്പനാട്ട് കായലിൽ വെച്ച് രാത്രികാലം ഇവർക്ക് വഴി തെറ്റിപ്പോയി. രാത്രിയില് രാത്രിയിൽ അവിടെ കിടന്നുകൊണ്ട് കറങ്ങുക. ഇവര് നിലവിളിക്കാൻ തുടങ്ങി. വള്ളക്കാരടുത്ത് വന്നപ്പോ ഇവര് കള്ളുകുടിയന്മാരായിരിക്കും എന്ന് കരുതി അവര് തിരിച്ചുപോയി. പിന്നേ ഇവര് അയ്യോ യഹോവേ, ഞങ്ങളുടെ പ്രാണനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നിലവിളിക്കുക. നിലവിളിച്ച സമയത്ത് വീണ്ടും ആ വള്ളക്കാരടുത്ത് വരുവാനും തുഴഞ്ഞ് അവരെ കരയ്ക്ക് എത്തിക്കുവാനും ഇടയായി. അത് കഴിഞ്ഞപ്പം നോക്കിയപ്പം ഇതിന്റെ പൊപ്പലിന്റെ അടിവശത്ത് വല ചുറ്റിയിരിക്കുന്ന അവസ്ഥ. ഒരു വല ചുറ്റിയിരിക്കുന്നു. അത് ദൈവമാണ് വല ചുറ്റിയതെന്ന് മനസ്സിലായി. അപ്പം വരാൻ താമസിച്ചു കഴിഞ്ഞ് ഒരുപാട് രാത്രിയായി മടങ്ങി വരുമ്പോ, പ്രിയപ്പെട്ടു മടങ്ങി വരുമ്പോ ആ വരുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങൾ ഇതുവരെ കിടന്നില്ലേ? പപ്പായിക്കൊക്കെ എന്തോ സംഭവിക്കുമെന്ന് പറഞ്ഞ് അമ്മ രാവിലെ തൊട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളും പ്രാർത്ഥിക്കാൻ, അയലോക്കത്ത് ചിലരെ കൂടെ വിളിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ. അവരും എല്ലാവരും പ്രാർത്ഥിക്കാനിടയായി. ദൈവകൃപയാൽ വന്നപ്പോൾ പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്ന് പറയും. കുഞ്ഞുങ്ങൾ വിശ്വാസത്തിൽ വർദ്ധിക്കാനിടയായി. കൂടെ ഇരുന്ന സഹോദരിമാരും അതിൽ വിശ്വാസത്തിൽ വർദ്ധിക്കാനിടയായി. ദൈവം ഒരു വാക്ക് അരുളി ചെയ്താൽ അതിനെ നമ്മൾ തീർച്ചയായിട്ടും അനുസരിക്കണം എന്ന് അവരും പഠിക്കാനായിട്ട് ഇടയായി തീർന്നൊരു സംഭവമാണത്. അങ്ങനെ ദൈവം രക്ഷിച്ച സമയങ്ങളുണ്ട്, ദൈവം സംസാരിച്ച അവസ്ഥകളുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അതിന് മുമ്പായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഒരു ഉത്തരം നമുക്ക് തീർച്ചയായിട്ടും തരും. യെസ് ഓർ നോ, അല്ലെങ്കിൽ കൂടുതൽ അല്ല, പ്രാർത്ഥിക്കാതിരിക്കുന്ന സമയത്ത് പോലും ദൈവം ഇതുപോലെ അറിയിക്കുന്ന അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതെന്താ, ഏതൊക്കെ അനുഭവങ്ങളാ, ഒന്ന് ഷെയർ ചെയ്യാമോ നമ്മുടെ പ്രേക്ഷകരുമായിട്ട്? പ്രേക്ഷകരുമായിട്ട് ഇപ്പം ഷെയർ ചെയ്യാമല്ലോ. ഒരിക്കലൊരു ഏതാൻറ്റി? എന്തോ ആരെ? കർത്താവിന്റെ കർത്താവിന്റെ ദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പം ദൈവം എന്നെ ഒരു സ്വപ്നത്തിലൂടെ ആ കുടുംബത്തെ മുഴുവൻ ദൈവം രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചു. ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്നു. അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ എക്സ്റേ ഒക്കെ ഉണ്ട്. ഞാൻ ആ വീട്ടിൽ ചെന്ന് CSIയുടെ വലിയ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. അവിടെ കടന്നു ചെന്ന് എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞു, എക്സ്റേ ഒക്കെ കാണിച്ചു കൊടുത്തു. ദൈവത്തിന്റെ കൃപയാല് അന്ന് പകൽക്കാലം ആ ഭവനത്തിലെ മാതാവും പിതാവും മാത്രമേ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അവര് രക്ഷിക്കപ്പെടാനിടയായി. തുടർന്നുള്ള കാലയളവില് ആ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കാൻ ദൈവം ഇടയാക്കി. ഇന്ന് അവര് കർത്താവിന്റെ നല്ല വേലക്കാരായിട്ട് ദൈവത്തിന്റെ വയൽ പ്രദേശത്ത് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു പ്രാവശ്യം ഇതുപോലെ ഒരു സഹോദരി എന്നെ വിളിച്ചു. മരുമകൾ ഇതുപോലെ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച് മുറിക്കകത്ത് കയറി കതകടച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ഓടി വരണമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ കരുണയാൽ അന്ന് ആ വീട്ടിൽ പോകുവാനും അവിടെ സുവിശേഷം പറയുവാൻ ഇടയായി. അന്യാരാധനയൊക്കെ വിട്ട് കളയണമെന്ന് പറഞ്ഞു. കാരണം വീട് നോക്കിയപ്പോൾ നിറച്ച് ബിംബങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും, അനേക ഫോട്ടോകളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഇതൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. ദൈവമാണെന്ന് കരുതി വ്യർത്ഥമായി നമ്മൾ ആരാധിക്കുന്നതാണ്. ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്, അതിൽ ദൈവം എന്നെ വിടുവിച്ചാണെന്നൊക്കെ പറഞ്ഞ് സാക്ഷ്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചു. ദൈവകൃപയാല് ആത്മഹത്യയിൽ നിന്ന് ആ കുടുംബത്തെയും ദൈവം രക്ഷിച്ച് അവരും ഇന്ന് കർത്താവിന്റെ നല്ല വേലക്കാരായിട്ട് നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അവരെയൊക്കെ ദൈവം നിലനിർത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്. പിന്നെ ഒരിക്കല് ഒരു ഒരു മീറ്റിംഗ്
ഈ വഴിയിലൊക്കെ പോയി നിന്നും കൊണ്ട് നമ്മൾ സുവിശേഷം അറിയിക്കുമല്ലോ. ഉം. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി മീറ്റിംഗ് നടത്തുക. ആ മീറ്റിംഗ് നടത്തുമ്പോഴത്തേനും സഭയിൽ കർത്താവിൻ്റെ ദാസനുണ്ട്. അവരൊക്കെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, "ആന്റിയുടെ ഒരു സാക്ഷ്യം കൂടെ പറയാൻ" പറഞ്ഞു. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഈ വൻകുടലിൻ്റെ പ്രയാസം ഉണ്ടായ സാക്ഷ്യമാ പറയുന്നത്. ആ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സഹോദരി അത് കേട്ടും കൊണ്ട് കർത്താവിൻ്റെ ദാസിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, "അങ്ങനെ പ്രാർത്ഥിച്ചാൽ സൗഖ്യം പ്രാപിക്കുമോ?" എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ദേവദാസൻ തൻ്റെ സ്വന്തം ജീവിതത്തിലെ അനുഭവമാണ് പറഞ്ഞത്. സൗഖ്യം പ്രാപിക്കും. അങ്ങനെ സൗഖ്യം പ്രാപിച്ച് ഇന്ന് കർത്താവ് നടത്തുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിലൊന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. ദൈവകൃപയാൽ ആ വീട്ടിൽ അടുത്ത ദിവസം കടന്നുപോയി പ്രാർത്ഥിക്കാനും അവരുടെ അസ്വസ്ഥതകൾക്കെല്ലാം ദൈവം ഭേദം കൊടുക്കുവാനിടയായി. ഇന്നവര് എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കുടുംബമായി കർത്താവിനെ അറിയാനിടയായി. മാത്രമല്ല അവിടുത്തെ മകനും മകൻ്റെ ഭാര്യയും ഇന്നിപ്പം കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ നല്ല വേലക്കാരായിട്ട് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വേല ചെയ്യുന്നവരുമായി തീർന്നുണ്ട്. അങ്ങനെ 3 അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് രോഗികളായിരിക്കുന്നവര് ആയിട്ടുള്ളവര് വിളിക്കുമ്പോഴത്തേനും അവിടെ കടന്നു ചെന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഉണ്ട്. പിന്നെ പൗരുഷൻ ഞാനൊരിക്കൽ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ ഉടനെ, സാക്ഷ്യം തീർന്ന ഉടനെ എന്നെ ഒരു കുടുംബം നെരണത്തൂന്ന് വിളിക്കാനിടയായി. 2½ വർഷമായിട്ട് ഈ ഡയബറ്റിക് ബാധിച്ച കാലുമായിട്ട് കിടന്ന് കാലിൻ്റെ വിരലുകളൊക്കെ പഴുത്ത് അറ്റുപോയിരിക്കുന്ന അവസ്ഥയാണ്. വീട്ടിൽ കേറാൻ മേല, അതുപോലെ ദുർഗന്ധമാണ്. നിങ്ങൾക്ക് ആ കാല് ഇവിടെ കൊണ്ടുവന്നൊന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. ഇത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ കാല് കാണണമെന്ന് പറഞ്ഞത്. ഞങ്ങൾ അവിടെ കൊണ്ടുചെന്ന് കാല് കാണിച്ചു, സാക്ഷ്യമൊക്കെ പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളെ പറ്റി, എൻ്റെ ജീവിതത്തിൽ ഒരു മുഷിച്ചിൽ പോലും ഉണ്ടാകരുത്, ദൈവം ഇഷ്ടപ്പെടുന്നില്ല. ഒരു നീരസം, കയ്പ്, ഇടർച്ച, ഈർഷ്യൊന്നും ആരോടും ഉണ്ടാകരുത്, ദൈവവചനമാണ്. അങ്ങനെ തന്നെ പ്രതികൂലങ്ങളൊക്കെ വരും, പല പ്രശ്നങ്ങളുണ്ടായെന്ന് വരും. പക്ഷെ അവിടെ നമ്മൾ അതിനൊന്നും വഴിപ്പെടാതെ, അതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവകൃപയാൽ കരുണയാൽ ആ സഹോദരി ആ സമയം പറയും, ടീച്ചറായിരുന്നു, 2½ വർഷമായിട്ട് കിടക്കും ടീച്ചറാണ്, നാത്തൂനുമായിട്ട് മിണ്ടിയിട്ട് 20 വർഷത്തിലധികമായിരിക്കുന്നു. ആ രാത്രിയിൽ തന്നെ നിരപ്പ് പ്രാപിക്കാനിടയായി. ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ട് കടന്നു പോരാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപയാല് 2 ആഴ്ച കഴിയുന്നതിന് മുമ്പ് വിളിച്ചു, "നിങ്ങൾ ഒന്നൂടെ വരണം, അമ്മയുടെ കാലിന് പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു" എന്ന് പറഞ്ഞ്. ഇന്ന് ദൈവകൃപയാൽ വർഷങ്ങൾക്ക് ശേഷം ആ മാതാവ് മരിച്ചു. ഇപ്പോൾ മകള് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്, ദുബായിലായിരിക്കുന്നു. വളരെ സന്തോഷമായി ആ കുടുംബത്തിൻ്റെ. പറഞ്ഞു ആ സാക്ഷ്യം അത്രയും പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത് കേൾക്കുമ്പം നമ്മൾ കർത്താവിനെ സ്തുതിക്കാനുണ്ട്. ഇന്ന് പ്രേക്ഷകരായിരിക്കുന്നവർ കേൾക്കുന്നവരും ഇത് കർത്താവാണ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം ദൈവം ചെയ്തു. സകല മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ത് പറഞ്ഞാലും അവിടെ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കണം. ദൈവനാമത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു. ആമേൻ. ജീവിതത്തിലെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്ന അനുഭവങ്ങളുണ്ടോ? ആന്റി സ പറഞ്ഞല്ലോ, സ ആഭരണം ഊരാൻ നേരത്ത് ഹസ്ബൻഡ്, അപ്പൊ ആ എങ്ങനെയാ പ്രതികൂലം വന്നത്? ആഭരണം നീക്കിയതിനോട് വലിയ പ്രതികൂലമായിട്ട് പൈസയൊന്നും വീട്ടിൽ വെക്കത്തില്ല. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്ന് വരികിൽ കൈകാര്യം ചെയ്യും. ഞാൻ ജോലി ചെയ്യുന്നില്ല. ഉം. ആ ജോലി നിർത്തിയായിരുന്നു. ഞാൻ കാസറ്റ് റെക്കോർഡ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ ജോലി അങ്ങ് നിർത്തി. ഉം. കാരണം സിനിമ ആരെയും ദൈവത്തിങ്കലേക്ക് ആദായപ്പെടുത്തുന്നില്ല. ബൈബിൾ പോലും ദൈവത്തിങ്കലേക്ക് ആരെയും ആദായപ്പെടുത്തുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞ് ഞാനത് നിർത്തുവാനിടയായി. ഇല്ലെങ്കിൽ ₹700 ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ ബൈബിൾ സിനിമകൾ അല്ലേ? സിനിമ. അതെ, അതെ. ഉം. ബൈബിൾ സിനിമ. അപ്പം ₹700 ഒരു ദിവസം എനിക്ക് വരുമാനം ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് നിർത്താനായിട്ട് ഇടയായി തീർന്നു. ദൈവം കൃപ തന്നു. ഉം. എന്നിട്ടും ദൈവം ഞങ്ങളെ ജീവിപ്പിച്ചു. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാല് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ഇടയായി. ഈ ഇതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പം ദൈവം വിടുവിച്ച ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാൻ ഓർമ്മയിലുണ്ടോ? സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവെ സഹായിക്കണം. അപ്പം ചെറിയ ജോലി ചെയ്യുവാണെ അതിനകത്ത് വലിയ ജോലിയിലേക്ക് ഹസ്ബൻഡിനെ മാറ്റാനായിട്ട് ഇടയായി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. പിന്നെ ഞങ്ങൾ എയർഫോഴ്സിൽ നിന്ന് പിരിഞ്ഞത് കൊണ്ട് അതിൻ്റെ പെൻഷൻ വർദ്ധിക്കുവാനിടയായി. അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ. ഉം. പിന്നെ ഏതെങ്കിലും ആവശ്യത്തിന് മെഡിസിൻ ആവശ്യമുണ്ടെന്ന് വരികിൽ അതും സർവീസിൽ നിന്ന് തന്നെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഉം. ഇല്ലെന്ന് വരികിൽ പിന്നെ എനിക്ക് ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസർ വന്നു. ആ. ശരീരത്തിലെ എല്ലാ ഓർഗൻസിനെയും ക്യാൻസർ ബാധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ആഹാ. പക്ഷേ ദൈവത്തിന്റെ കൃപയാല് ഒരു പൈസ പോലും അതിനകത്ത് ചെലവഴിക്കാതെ മുഴുവൻ ECHS തന്നെ മുടക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആ അനുഭവം ഒന്ന് പറഞ്ഞേ. ലിംഫോമ എങ്ങനെയാണ് വിടുവിക്കപ്പെട്ടത്? എവിടൊക്കെ ക്യാൻസർ വന്നു? സ്റ്റേജ് ഏതായിരുന്നു? ഒന്ന് പറയാമോ?
10 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. തുടക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ പെടലിയുടെ ഇവിടെയായിട്ട് മൊഴ വരുന്നു. കക്ഷത്തിൽ മൊഴ, കാലിൻ്റെ ഇടവശത്ത് മൊഴ, പിന്നെ വയറിനകത്ത് വിശപ്പില്ലാതെയായി തീരുക. ഇങ്ങനെയുള്ള പ്രയാസങ്ങളിലേക്ക് വന്നു. അപ്പം ദൈവം എന്നെ അറിയിച്ചു. ഞാൻ ഈ മൊഴ എന്താന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നെ അറിയിച്ചു. "കാൻസറാണ്. യഹോവയായ ഞാൻ നിന്നെ സഹായിക്കുന്നു" എന്നാണ് ദൈവം അറിയിച്ചത്. അപ്പം ബയോപ്സി എടുക്കുന്നതിന് മുമ്പ് തന്നെ കാൻസറാന്ന് മനസ്സിലാക്കാനായിട്ട് ദൈവം കൃപ തന്നു. എന്നാല് അത് കഴിഞ്ഞിട്ട് ഞാൻ പരിശോധിക്കാനൊന്നും പോകുന്നില്ല. ഞാനിങ്ങനെ ഇരിക്കുവാ. മൊഴ കാര്യമാക്കാതെ തന്നെ ഇരിക്കുന്ന സമയാ. അപ്പഴത്തേന് എൻ്റെ ഹസ്ബൻഡിന് ഹാർട്ടിന് ബ്ലോക്കായി. 99.7 ബ്ലോക്ക്. സോഡിയം കുറഞ്ഞിട്ട് ഓർമ്മ മുഴുവൻ പോയ സാഹചര്യം. ഇയാൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഇടയായി. ഞാനൊന്ന് പ്രാർത്ഥിച്ചു. കാരണം തനിക്ക് ശ്വാസം എടുക്കാൻ കഴിയാതെ ഈ പെടലി ഇങ്ങനെ വല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. അതിൽ നിന്ന് ദൈവം വിടുവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മക്കളോട് കടന്നു വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സോഡിയം കുറഞ്ഞതാണെന്ന് പറഞ്ഞു. ട്രീറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഹാർട്ടിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹാർട്ടിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പം അവിടെ പോയി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ദൈവകൃപയാല് ഈ ECHS ലഭിച്ചിരുന്നത് കൊണ്ട് ഇതിനുള്ള പണം ഞങ്ങൾ മുടക്കേണ്ടി വന്നില്ല. ഇല്ലെങ്കിൽ വളരെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകള് ഇപ്പൊ എൻ്റെ കാൻസറിന് വേണ്ടി തന്നെ ലക്ഷങ്ങൾ മുടക്കിയാൽ ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മുടക്കേണ്ട സാഹചര്യം വരുമായിരുന്നു. ദിവസം ക്യാൻസറിന്റെ അനുഭവം ഒന്ന് വിവരിച്ചാട്ടാ ആൻറ്റി. ക്യാൻസർ എങ്ങനെയാണ് വന്നത്? അത് ഏതൊക്കെ പാർട്ടുകളിൽ വന്നു? സ്റ്റേജ് ഏതായിരുന്നു അതിന്റെ? സ്റ്റേ ചെയ്തായിരുന്നു. കുറച്ച് ദിവസം സ്റ്റേ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് കീമോ എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്യേണ്ടി വന്നു. ഈ മുഴകൾ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഒരു ബ്രസ്റ്റ്, ഇടതുവശത്തെ ബ്രസ്റ്റ് മെറ്റല്, മുറ്റത്തിരുന്ന മെറ്റലുണ്ടല്ലോ അതുപോലെ പാറ പൊടിച്ചിട്ടുള്ള മെറ്റൽ പോലെ, മെറ്റൽ നിറച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ കല്ല് പോലെ ആയി തീർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ കാൻസർ വന്ന സമയത്ത്. ബാക്കി ഈ മുഴകളാണ് ഉണ്ടായിരുന്നത്. മുഴകള് അത് കഴിഞ്ഞ് ഒരു ബയോപ്സി എടുത്തപ്പോൾ പറഞ്ഞു കാൻസറാണ്. അതിന് കീമോ എടുത്തേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന അവസ്ഥയുണ്ട്. പല ഓർഗൻസിനെയും ബാധിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായി. അങ്ങനെ അപ്പൊ ഞാനത് പോകാതെ ഇരിക്കുന്ന സമയത്ത് ഈ ഹാർട്ടിന് ബ്ലോക്ക് വന്ന സമയത്ത് ഡോക്ടറുടെ അടുത്ത് ചെന്നിരിക്കുമ്പോഴത്തേനും ഡോക്ടർ എൻ്റെ ഈ പെടലിയിലെ മുഴ കാണാനായിട്ട് ഇടയായി. അപ്പൊ പറഞ്ഞു ഇത് ഒന്ന് പരിശോധിക്കണമെന്ന് പറയാനിടയായി. അങ്ങനെയാണ് അത് പരിശോധനയ്ക്ക് കൊടുക്കാനിടയായത്. അവർ നോക്കി ബയോപ്സി നോക്കിയപ്പോഴത്തേക്കിനും സംഗതി കാൻസർ തന്നെയാണ്. അപ്പൊ പറഞ്ഞു കാൻസറിന് കീമോ എടുത്തേ മതിയാകുള്ളൂ, പെട്ടെന്നത് കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. കീമോ എടുത്തപ്പോൾ തന്നെ ഇതിനെല്ലാത്തിനും വ്യത്യാസം ദൈവം തന്നു. അങ്ങനെ അതിനകത്തുനിന്ന് പൂർണ്ണമായിട്ട് ദൈവം എന്നെ വിടുവിച്ചിരിക്കുന്നു. ഇന്ന് ആ കാര്യത്തിനും ഓക്കെ. എത്ര കീമോ എടുത്തു ആൻറ്റി? 6 കീമോ എടുത്തു. ഈ കീമോ എടുത്തപ്പം ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വല്ലതും ഉണ്ടായിരുന്നോ? ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പലരും ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ദൈവകൃപയാല് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഓക്കെ. പിന്നെ തലമുടി മുഴുവൻ പൊഴിഞ്ഞിരുന്നു. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന അവസ്ഥയിൽ ഈ തലമുടി ഒന്നുമില്ല. മൊത്തം പൊഴിഞ്ഞു പോയി. അപ്പൊ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെയും ദൈവം സൗഖ്യമാക്കി എന്ന് പറയുന്നതിന് എനിക്ക് കുഴപ്പമില്ല. കാരണം തലമുടി മുഴുവൻ പോയ സ്ഥാനത്ത് ഒന്നുമില്ലായിരുന്നു. ഒറ്റ മുടി പോലും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം തന്നു. തന്നെയല്ല മുഴുവൻ നരച്ച മുടി ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ കറുത്ത മുടി തന്നെയാണ് അത് വാങ്ങിയിരിക്കുന്നത്. അപ്പൊ എത്ര നാളായി ഇപ്പൊ ക്യാൻസറിന്റെ ഇത് കഴിഞ്ഞിട്ട്? 4 വർഷം 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും പ്രായമായപ്പോഴാ ക്യാൻസർ വന്നല്ലേ? 76 വയസ്സുണ്ട് ഇപ്പോൾ എനിക്ക്. ആ. അപ്പോഴാണ് കാൻസർ വന്നത്. പിന്നെ കാലിന്റെ അടിയിലെ ഈ ഡയബറ്റിക് ഉണ്ടായിരുന്ന കാരണം കാലിന് മരപ്പുണ്ടായിരുന്നു. മരപ്പുണ്ടായിരുന്ന കാരണം വലത്തുവശത്തെ കാലിന്റെ തള്ളവിരലിന്റെ അടിയിലെ പഴുപ്പുണ്ട്. അത് അറിയുന്നില്ല. ഞാൻ അറിയുന്നില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ബ്ലഡ്, ഒരു തുള്ളി ബ്ലഡ് ഇങ്ങനെ നഖത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മോളെ വിളിച്ച് പറഞ്ഞു നമ്മളെ പെട്ടെന്ന് കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുചെന്നു. കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ അവർ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് പഴുപ്പാണ്, നല്ലതായിട്ട് പഴുത്തിരിക്കുന്നു, ഒരു സർജനെ കണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പോയി സർജനെ കണ്ട് ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് ഇടയായി. അത്രയും സ്ഥലത്തെ ദശയും പോയി, പഴുപ്പും പോയി, തൊലിയും പോയി. ദൈവത്തിന്റെ കൃപയാല് അതെല്ലാം തിരിച്ചു വരാൻ ദൈവം സഹായിച്ചു. വരുത്തി തന്നു ദൈവം. ആ ദശയും വന്നു, തൊലിയും വന്നിന്ന് നന്നായി നടക്കാനായിട്ട് ദൈവം സഹായിക്കുന്നു. ഇപ്പൊ അത് നേരത്തെ ഒരു പ്രാവശ്യം ദൈവം ഇങ്ങനെ സൗഖ്യമാക്കിയായിരുന്നല്ലോ, കാലിന്റെ തൊലിയെല്ലാം മേളിൽ മുട്ടിന്റെ അവിടെ വെച്ച് പോയതല്ല. അതെല്ലാം നേരത്തെ സൗഖ്യമാക്കിയ അത് ഇടത്തുകാലിനായിരുന്നു, ഇത് വലത്തുകാലിനായിരുന്നു. ഓക്കെ. അതാ ഞാൻ പറഞ്ഞ ഉച്ചി തൊട്ട് ഉള്ളങ്കാല് വരെയും ദൈവം സൗഖ്യമാക്കിയ ഓരോ അവയവങ്ങളെയും ദൈവം സൗഖ്യമാക്കിയ ക്രിസ്ത്യുണ്ട്.
പിന്നെ കണ്ണിനൊരു പ്രയാസം വന്നിരുന്നു. കണ്ണിങ്ങനെ തുറന്ന് വെക്കുമ്പോഴത്തേക്കിനും നമുക്ക് ഈ പഴുതാര എഴഞ്ഞ് നടക്കുന്ന പോലെ ഒരവസ്ഥയാ കണ്ണിനകത്തൂടെ. വേദനയൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ എന്തോ ഇങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നടക്കുന്ന പോലെയാ കാഴ്ച വരുന്നത്. ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം കൃപയാൽ അതിനകത്തുനിന്ന് വിടുവിച്ച് ഇന്ന് കണ്ണാടി കൂടാതെ പോലും വേദപുസ്തകം വായിക്കാനായിട്ട് ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ ആ പ്രാർത്ഥന കേട്ട് ദൈവം അങ്ങ് സൗഖ്യമാക്കി, അത്രേ ഉള്ളൂ അതെ. അല്ലേ? അതെ, അതെ, അതെ. പ്രാർത്ഥന കേട്ട് ദൈവം സൗഖ്യമാക്കിയതാ. ഇത്രയും രോഗസൗഖ്യം ശരീരത്തില് ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ എന്തെങ്കിലും പ്രത്യക്ഷത വല്ലതും ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? സ്വപ്നത്തിലൂടെയോ അല്ലാതെയോ പ്രാർത്ഥിക്കുമ്പോഴോ എന്തെങ്കിലും? ഞാൻ അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉം, ദൈവശബ്ദം എനിക്ക് തരാറുണ്ട്. ഉം, ഭയപ്പെടുവാൻ യോഗ്യനായ യഹോവയാണ് ഞാൻ, സകലത്തിനും മതിയായവൻ. സകല രോഗത്തിന്റെ മേൽ, ഭൂതങ്ങളുടെ മേൽ, ബാധകളുടെ മേൽ, വ്യാധികളുടെ മേൽ ഞാൻ നിന്നെ കരത്തിലെടുക്കുന്നു. അപ്പൊ ദൈവം കരത്തിലെടുത്താൽ മാത്രമേ അത് നടക്കുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ ദൈവം കരത്തിലെടുക്കുന്നു. അപ്പൊ ഏത് സമയത്തും പ്രാർത്ഥിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ, അപ്പം ആർക്കൊക്കെ വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം സൗഖ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഭൂതങ്ങൾ വിട്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ആദിയായിട്ടും വ്യാധിയായിട്ടും ഇരുന്നവരൊക്കെ സൗഖ്യം പ്രാപിക്കുന്നത് കാണാനായിട്ടും ദൈവം സഹായിച്ചിട്ടുണ്ട്. അവരൊക്കെ കർത്താവിങ്കിലേക്ക് ആദായപ്പെടുന്നതും കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അത് ഭൂതം സൗഖ്യമായതൊന്ന് പറഞ്ഞാട്ടെ. ഭൂതമാറ്റിയിലൂടെ എങ്ങനെയാണ് ഭൂതത്തിന്റെ സൗഖ്യം ഉണ്ടായത്? ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്നുറങ്ങുമ്പോഴത്തേക്കിനും ഉം, ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന ഒരു കുന്നിന്റെ മുകളിൽ താഴേക്ക് ചാടാൻ ഒരുങ്ങുന്നതായിട്ട് പേര് സഹിതം വീട് സഹിതം വെളിപ്പെടുത്തി തന്നു. ഉം, ഞാൻ അവിടെ കടന്നു ചെന്നപ്പോൾ ആ കൊച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കപ്പെടുന്ന സമയമായിരുന്നു. ഉം, അത് കഴിഞ്ഞ് മാനസികമായ പ്രയാസം കൊണ്ടാണ് അവൾ ആത്മഹത്യ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരുന്നത്. ദൈവകൃപയാൽ അവിടെ ചെന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദൈവം അതിൽ നിന്ന് അവളെ വിടുവിച്ച്, അപ്പം ഇന്നിപ്പം ദൈവത്തിന്റെ കൃപയാൽ അവര് ദൈവസഭയിൽ ആരാധിച്ചു വരുന്നു. ഓക്കെ. അങ്ങനെ അത് സൗഖ്യമാക്കിയത് കണ്ടിട്ടുണ്ട്. ഉം, ദൈവത്തിന്റെ കരുണ, മഹാകരുണ. പിന്നെ ഉം, ഒരിക്കല് ഒരു ഞാന് എൻ്റെ രണ്ടാമത്തെ മോളെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ നടക്കുക. നടക്കുമ്പോഴത്തേക്കിനും ഈ വലിയ മഴയൊന്നുമില്ല. കുടയൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ പുറകിൽ നിന്നൊരു എൻ്റെ കസിൻ വിളിച്ചു പറഞ്ഞു, "ചേച്ചി കുടയും കൂടി എടുത്തും കൊണ്ട് പോ, മഴക്കാറൊക്കെ ഉണ്ടെന്ന്" പറഞ്ഞു. ഞാനൊന്ന് തിരിഞ്ഞു നോക്കി. ആ സമയത്ത് ഇടിയുടെ ഒരു ഗോളം, ഒരു വലിയ ഗോളം, തീഗോളം ഉം, ഇങ്ങനെ ഒരു കുന്നിന്റെ സൈഡിൽ ഇങ്ങനെ വരുന്ന ഷീന്ന് ഭയങ്കര ഒച്ച കേട്ടുകൊണ്ട് ഞാൻ നോക്കിയപ്പോ ഈ ഗോളമാ. ഏതായാലും ആ കുടം എടുത്തോന്ന് പറയാനായിട്ട് വിളിച്ച സമയം കൊണ്ട് ആ ഗോളം എന്നെ കടന്നങ്ങ് പോയി. അത് താഴത്തെ വീട്ടിൽ പോയി വെട്ടി അവരുടെ ഭിത്തി തുളച്ചു, തറ തുളച്ചു. അവിടെ ഉണ്ടായിരുന്ന 2 പേർക്ക് ഇടിവെട്ടേൽക്കാനിടയായി. ആ, ദൈവം കൃപയാൽ ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും അവരെല്ലാം ഹോസ്പിറ്റലായി പോയി. അപ്പം ദൈവം കൃപയാല് അങ്ങനെയുള്ള പ്രകൃതിയുടെ അവസ്ഥയിൽ പോലും കർത്താവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഉം, അപ്പൊ ഞാൻ എത്ര ദൈവത്തെ സ്തുതിക്കണമെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ രക്ഷിച്ച് ഉം, ഇന്നൊരവസരം കൂടെ തന്നു. ഇന്നെനിക്ക് വളരെ പ്രത്യാശയുണ്ട്. ഉം, ഇന്ന് ഞാൻ മരിച്ചാൽ ഞാനതിന് സ്തോത്രം ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മരണമാണെങ്കിലും ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാരണം കർത്താവിന്റെ രാജ്യത്തിൽ പോകാനാണ് ഏറെ താല്പര്യം. ഈ ലോകത്തെക്കാൾ കൂടുതല് ഇവിടുത്തെ സമ്പത്തിനേക്കാൾ, ഇവിടുത്തെ നല്ലതിനേക്കാളൊക്കെ കർത്താവിന്റെ രാജ്യത്തിൽ പോകണമെന്നുള്ള വലിയ ആഗ്രഹത്തോടു കൂടി തന്നെ ആയിരിക്കുന്നു. ആ പ്രത്യാശയോടെ എല്ലാവരും ആയിരിക്കുക. ഒന്നുകിൽ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം നിശ്ചയമാണ്. അപ്പം ഏതിനും എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ ജീവിതത്തെ പരിശോധിക്കുക. ദൈവവചനം വിട്ട് ഇടത്തോട്ടും വലത്തോട്ടും മാറാതെ നിൽക്കുക. പ്രമാണങ്ങളെ ദൈവം മനസ്സിലാക്കി തരണം. ദൈവത്തിന്റെ വചനം നമുക്ക് തന്നാൽ അതിന്റെ കൃത്യമായ പ്രമാണങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ബുദ്ധിയെ തുറന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. പണ്ട് വായിച്ചാൽ എന്നാന്ന് പോലും അറിയത്തില്ലായിരുന്നു സാഹചര്യത്തില്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രതികൂല സാഹചര്യം എന്ന് പറഞ്ഞാല് വിശ്വാസി വന്നതിന്റെ പേരിലുണ്ടായ വിളിച്ചാലും ആരെങ്കിലും എന്റെ സാക്ഷ്യം കേൾക്കാനോ എന്തെങ്കിലും കടന്നാൽ പ്രത്യേകമായിട്ട് 2 പേര് വന്നത് കാനാച്ചനും ഇന്ന് ഇവിടെ പൗരുഷനെ പ്രസംഗിക്കുന്ന ഒരു പ്രിൻസ് പാസ്റ്ററുടെ അപ്പച്ചൻ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്ററും കൂടെ വീട്ടിൽ വന്നു എന്റെ സാക്ഷ്യം കേൾക്കാൻ. അപ്പം എന്റെ പ്രിയപ്പെട്ടവനും ഒരു കൂട്ടുകാരനും കൂടെ, കൂട്ടുകാരനും വലിയ സമുദായത്തിലെ വലിയ ആളായിട്ട് നിൽക്കുന്ന ആളാ. പുള്ളിക്കാരനോടെ കടന്നു വന്നു. അപ്പൊ ഇവരോട് വളരെ തർക്കിക്കുകയും വാദിക്കുകയും എല്ലാം. അപ്പം
എന്റെ ഹസ്ബൻഡ് ആദ്യം സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും പുള്ളിക്കാരൻ പറഞ്ഞു, എന്നാ അപ്പം ഞങ്ങൾ ഈ സാക്ഷി ആന്റി സഹോദരിയുടെ സാക്ഷി ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വന്ന അതൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ എന്ന് പറഞ്ഞു. അവരെ ശാന്തമായിട്ട് തന്നെ ഗാനാച്ചൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ബാക്കി സാക്ഷ്യം പറഞ്ഞില്ല. എന്നെ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വളരെ എതിർത്തു. സ്ത്രീയെ നിങ്ങളെയാണോ അഭിഷേകം ചെയ്ത, പൊട്ട പെണ്ണുങ്ങളെയൊന്നും അല്ല ദൈവം അഭിഷേകം ചെയ്യുന്നത്, പുരുഷന്മാരെയാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. ആര് അപ്പം പറഞ്ഞു? ആര് പറഞ്ഞു ആൻറ്റി? ഈ കൂടെ വന്നിരിക്കുന്ന വ്യക്തി, കൂടെ വന്ന വ്യക്തി. അച്ഛാ, ആ ഈ കാനവച്ചൻ്റെയും മറ്റേ പ്രിൻസ് വാസിന്റെ ഫാദറിന്റെയും കൂടെ വന്ന വ്യക്തിയോ? അല്ല, എതിരായിട്ട് വന്ന വ്യക്തി, എന്റെ ഹസ്ബൻഡ് കൂടെ വന്ന വ്യക്തി. ഓ, ഓക്കെ ഓക്കെ. ആ. എൻ്റെ കൂടെ വന്ന വ്യക്തിയാണ്. അത്ര എതിർത്തെല്ലാം സംസാരിച്ചു. അപ്പൊ പറഞ്ഞു, എൻ്റെ ആ സഹോദരിയുടെ അനുഭവം അല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ദൈവശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം വന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ദൈവവചനം അനുസരിക്കുന്ന വ്യക്തിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അനുസരിക്കും. അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, കീഴ്പ്പെട്ടിരിക്കണമെന്ന് ദൈവവചനമുണ്ട്. ഇദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ട് ആഭരണമൊക്കെ തിരിച്ചിട്ടും കൊണ്ട് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവൻ ഇപ്പൊ ഇവിടെ പോയാലും ഞാന് അത് ചെയ്യത്തില്ല. ഒരിക്കലും ആഭരണം തിരിച്ചിടത്തുമില്ല. പള്ളിയിലോട്ട് തിരിച്ചു പോകത്തുമില്ല. ഞാന് സത്യവചനം മനസ്സിലാക്കിയിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. കർത്താവ് സഹായിച്ചു ഇതുവരെയും നടത്തി എന്ന് പറഞ്ഞു. ഉടനെ കാനാച്ചൻ പറഞ്ഞു, സഹോദരിയുടെ സാക്ഷ്യം തികഞ്ഞു. ഒരിക്കലും പിന്മാറ്റത്തിൽ പോകത്തില്ല എന്നുള്ള തീരുമാനം പറഞ്ഞല്ലോ. അതാണ് സാക്ഷ്യം. രോഗസൗഖ്യം ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു രോഗം വരാം. പക്ഷേ ഈ സാക്ഷ്യം ദൈവം നിലനിർത്തട്ടെ, ഞങ്ങളെ പ്രാർത്ഥിച്ചിട്ട് പോകാന്ന്. ആ സമയത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഏഹ് ആകാശത്തുള്ള ബാവ ചൊല്ലാതെ ഈ വീടിനകത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഏഹ് ഒരു എയർഫോഴ്സുകാരൻ നല്ല തന്റേടത്തോടു കൂടി നിന്ന് പറയുവാണ്, തല്ലുവേടെ തല്ലു കൊടുക്കാനുള്ള, അതും തല്ലുകയല്ല എങ്കിൽ പോലും അതേപോലെയുള്ള ശൗര്യത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത്, ആകാശത്തുള്ള ബാവ ചൊല്ലാതെ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ആനാച്ചൻ ശാന്തനായിട്ട് നിന്നു. അച്ഛാ, ആകാശത്തിലുള്ള ബാബയോ അങ്ങനെ അതാണോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുന്നതിന് പകരം ഉം. പറയുന്നൊരു ഭാഗം അങ്ങനെ ചൊല്ലുന്നവരുണ്ട്. ഉം. ആകാശത്തുള്ള ബാവ. അപ്പൊ അത് ചൊല്ലാതെ ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ ശാന്തമായിട്ട് പ്രാർത്ഥിച്ചു. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടുമുട്ടാൻ ദൈവം സഹായിക്കണം. സഹോദരിയെ കർത്താവ് നിലനിർത്തണം എന്ന് പറഞ്ഞ് കുടുംബത്തെ ദൈവം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങ് കടന്നു പോകാനായിട്ട് ഇടയായി. ദൈവകൃപയാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ സ്നാനപ്പെട്ട് ആകാശത്തുള്ള ബാവ പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ കാനാച്ചൻ ശാന്തമായ സ്വരത്തില് ഉം. സമാധാനത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടുമുട്ടാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കർത്താവ് അങ്ങ് കേട്ടു. താൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് കാനാച്ചനോട് ചെന്ന് ക്ഷമ പറഞ്ഞിട്ടാണ് സ്നാനപ്പെടാനിടയായത്. അത് കഴിഞ്ഞ് മറ്റേ പാസ്റ്ററും റാന്നി ചെന്ന് ക്ഷമ പറയാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവം കൃപയാലെ വിശ്വസ്തയോടെ നിലനിൽക്കാൻ ദൈവം സഹായിക്കുന്നു. അങ്കിള് സ്നാനപ്പെടാൻ ഉള്ള കാരണങ്ങൾ വല്ലതും ഉണ്ടോ? എങ്ങനെയാണ്? എങ്കിൽ സ്നാനപ്പെടാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ആദ്യമൊന്നും കൂട്ടായ്മയ്ക്കൊന്നും വിടത്തില്ലായിരുന്നു. ഉം. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ദിവസം എന്നെ സ്കൂട്ടറെ കൊണ്ട് വിട്ടു. ഒരു വീട്ടില് പ്രാർത്ഥനയ്ക്ക് കൊണ്ട് വിട്ടു. അവിടെ ഇരിക്കത്തില്ല, തിരിച്ചിങ്ങ് പോരും. പ്രാർത്ഥന തീരാറാകുമ്പോഴത്തേനും വന്ന് കൊണ്ടുവരും. അങ്ങനെയായി. അവിടെ വന്നപ്പം തിരിച്ചു കൊണ്ടുവരാൻ വന്നപ്പോൾ അന്നത്തെ പ്രാർത്ഥന തീർന്നിട്ടില്ല ആ വീട്ടില്. ഒരു ദേവദാസൻ അവിടെ നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വന്ന്, ദേ ഇങ്ങനത്തെ വരാന്ത വന്നിരിക്കുക, അകത്തോട്ട് കയറുന്നില്ല, ഉം. തീരാഞ്ഞിട്ടും. അപ്പം ഇപ്പൊ വന്നിരുന്ന അച്ചായനോടൊരു ദൂതുണ്ട്. ഉം. ദൈവം ഭാര്യയെ കുടൽ രോഗം ഇട്ട് പിടിച്ച് രക്ഷിച്ചതാണ്. ഉം. കുടൽ രോഗത്തിൽ നിന്ന് രക്ഷിച്ചതാണ്. ദൈവസന്നിധിയില് സമർപ്പിച്ചില്ല എങ്കിൽ ആ താങ്ങിയിരിക്കുന്ന കര അങ്ങ് മാറ്റുമെന്ന് പറഞ്ഞു. ഉം. ആ കരം മാറ്റാൻ പോവാന്ന് പറഞ്ഞു. ഉം. ആ ഇങ്ങനെ ഉപദേശിമാരുടെ പല അടവുകളും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നും പറഞ്ഞ് അവിടുന്ന് പതുക്കെ ഇങ്ങ് സ്ലിപ്പായി ഇങ്ങ് പോന്നു. പക്ഷേ അടുത്ത ചൊവ്വാഴ്ചത്തെ മീറ്റിങ്ങിന് മുമ്പ് സംഭവിച്ചതെന്നാ വെച്ചാൽ, എനിക്കൊരു പ്രഭാതമായപ്പോഴേക്കും ബ്ലഡ് ഇങ്ങനെ ഛർദ്ദിക്കാനുള്ളൊരവസ്ഥ വന്നു. ഉം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേറ്റ് തന്നെത്താൻ പോകാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞ് ഉഞ്ചായനെ വിളിച്ചു. ലൈറ്റും ഇല്ല. അരണ്ട വെളിച്ചത്തില് ബാത്റൂമിൽ ബാത്റൂം തൊട്ടടുത്തുണ്ട്. അവിടെ കൊണ്ടുപോയി ഇരുത്തി ഛർദ്ദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് പഴയ ചൊവ വന്നു. ബ്ലഡ് ഛർദ്ദിക്കുന്നതിന്റെ ഉം. ചൊവ. ഞാൻ പറഞ്ഞു, ടോർച്ച് ഒന്ന് എടുത്തും കൊണ്ട് വരണം, നോക്കണം ഇതെന്താ ഛർദ്ദിക്കുന്നത് നോക്കണമെന്ന്. നോക്കിയപ്പോൾ ബ്ലഡാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ശാന്തത വന്നപ്പോഴത്തേക്ക് എന്നെ കട്ടിലേ കൊണ്ട് കിടത്തി. കിടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ഛർദ്ദിക്കാം. ഉടനെ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് വെച്ചു. ബക്കറ്റ് എടുത്തുകൊണ്ട് വെച്ചപ്പോൾ അതിനകത്തോട്ടും ബ്ലഡ് തന്നെയാ ഛർദ്ദിക്കുന്നത്. അത് കഴിഞ്ഞ് പിള്ളേരെ വിളിച്ചുണർത്തിയിട്ട്
അവര് വന്നതുകൊണ്ട് വലിയ വായിലേക്ക് അയ്യോ ഇത് ആദ്യമായിട്ടാ പിള്ളേരെ ഇതുപോലെ ബ്ലഡ് ഛർദ്ദിക്കുന്നതാണ്, ബക്കറ്റിനകത്തോട്ട് ആയതുകൊണ്ട് അവർ കാണുക ചെയ്ത് അവര് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പം പിള്ളേരവിടെ നിൽക്കെ തന്നെ താനെ അവിടുന്ന് അങ്ങ് മാറിപ്പോയി അടുത്ത ഹോളിലോട്ട് പോയിരുന്നു. വീടിന്റെ അടുത്ത ഹോളിൽ പോയിരുന്നു കൊണ്ട് മുട്ടുകുത്തി ദേവസനെ പ്രാർത്ഥിച്ചു, കർത്താവേ നീ പറയുന്ന വഴിക്ക് ഞാൻ പൊയ്ക്കൊള്ളാം ഏ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു നിന്നുകൊണ്ട് ഒരു ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഇനി നീ കിടന്നുറങ്ങിക്കോ, ഞാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും മുമ്പോട്ട് വായിക്കകത്തൂടെ ബ്ലഡ് ഛർദ്ദിക്കാൻ വന്ന തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങി, അകത്തോട്ടുമില്ല പുറത്തോട്ടും ഇല്ലാത്ത അവസ്ഥയിൽ അതോടുകൂടി ബ്ലഡ് ഛർദിയിൽ അങ്ങ് നിന്നു. താൻ അങ്ങനെയാണ് ദൈവസേനയെ സറണ്ടർ ചെയ്യാനിടയായത്. അടുത്ത ദിവസം ചെന്ന് കർത്താവിന്റെ ദാസനെ വിളിച്ചോണ്ട് വന്ന് വീട്ടിലൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസേനയെ തീരുമാനം എടുത്ത് സ്നാനപ്പെടാനായിട്ട് ദൈവം കൃപ കൊടുത്തു. പിന്നെ അങ്ങനെയാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു വിശ്വാസത്തിലെ അവസ്ഥകൾ? വിശ്വാസത്തില് വിശ്വസ്തമായിട്ട് തന്നെ നിലനിൽക്കാൻ ദൈവം സഹായിച്ചിട്ടുണ്ട്. ഒരിക്കലും വഴുതി പോയിട്ടില്ല. എല്ലായ്പ്പോഴും വിശ്വാസത്തിൽ നിൽക്കാനും ദൈവവേലയിൽ തനിക്കാവോളം കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടാനായിട്ടും ദൈവം സഹായിക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അനുഭവങ്ങള്, അവരുടെ വളർച്ചയിൽ, അവരുടെ കുഞ്ഞ് ജീവിതത്തില് ദൈവിക പ്രവൃത്തികള്? കുഞ്ഞു കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അവസ്ഥയിൽ പപ്പ വിശ്വാസി വരുന്നതിന് മുമ്പ് മൂത്ത മകൾ എന്നോട് പറഞ്ഞു, മമ്മി, അപ്പോൾ അവൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, മമ്മി എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ സ്നാനപ്പെടുത്തും. ഞാൻ ചെന്ന് ചോദിക്കാം, ന്യൂ ഇന്ത്യ ചോദിച്ചപ്പോഴത്തേനും അവർ സ്നാനപ്പെടുത്താൻ തയ്യാറായി. അങ്ങനെ ന്യൂ ഇന്ത്യയിലെ ഒരു വചനം മനസ്സിലാക്കി. കാരണം നാളുകളായിട്ട് ഞാൻ പറയുന്ന വചനങ്ങളും അല്ലാതെ കേൾക്കുന്നതും ഒക്കെ ആയിട്ട് അവൾക്കത് മനസ്സിലായിക്കൊണ്ട് തന്നെ അപ്പോൾ പ്രായമായി ജോലിയിലും ആയി കഴിഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞ് സ്നാനപ്പെടാനായിട്ട് ദൈവം പപ്പ സ്നാനപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ സ്നാനപ്പെട്ടു. രണ്ടാമത്തെ മകളും മൂന്നാമത്തെ മകളും അതുപോലെ തന്നെ പപ്പ വരുന്നതിന് മുമ്പ് തന്നെ അവര് സ്നാനപ്പെടാനായിട്ട് ഇടയായി തീർന്നു. അപ്പം നമ്മുടെ ദേവദാസൻ എന്ന് പറഞ്ഞു, വീട്ടിലൊരു ബൈബിൾ ക്ലാസ് വെക്കാം, കലിമലത്തെ കുഞ്ഞോനിച്ചായം വന്ന് വെളിപ്പാടിന്റെ ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞു. അപ്പം അതിന്റെ പുറത്താണ് അവർ സൗകര്യം ഒരുക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു എന്തിനാ പുറത്താക്കും, നമ്മുടെ വീട്ടിനകത്ത് സൗകര്യമുണ്ടല്ലോ, ഇതിനകത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സഹായിച്ചു. ദൈവകൃപയാല് അതിൽ 7 പേര് സ്നാനപ്പെടാനും ദൈവം ഇടയാക്കി ആ ബൈബിൾ ക്ലാസ്സോടുകൂടി. അപ്പൊ അങ്ങനെ കർത്താവിന്റെ വേലയിൽ തനിക്കാവോളം താൻ പ്രയോജനപ്പെടാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ദൈവകൃപയാല് വിശ്വസ്തരായി. മക്കളും കൊച്ചുമക്കളും ഒക്കെ സ്നാനപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരാനായിട്ട് ഇടയായി. അപ്പൊ ആ വചനം എനിക്ക് നിവർത്തിച്ചു തന്നു. ഞാൻ ആരും ഇല്ലാതിരുന്ന് കരയുന്ന കാലത്ത് ഒരു ദൈവവചനം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, ദൈവമേ അവിടുത്തെ വാഗ്ദത്തമാണല്ലോ, എനിക്കത് നിവർത്തിച്ചു തരണം എന്ന് പറഞ്ഞിരുന്ന കരയുമായിരുന്നു. ദൈവം കൃപയാൽ അതിനെ ഇടയാക്കി. ഇന്ന് എല്ലാവരും ദൈവകൃപയിൽ നിലനിൽക്കാനായിട്ട് ദൈവം സഹായിക്കുന്നു. അവരും പ്രാർത്ഥിക്കുന്നവരാണ്. അവരും ഞങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആന്റിയുടെ ജീവിതത്തിൽ സന്തോഷം. ഓക്കെ ഈ ആഭരണം ഊരാൻ എന്തെങ്കിലും പ്രത്യേക വചനം വായിച്ച് അങ്ങനെ തോന്നിയതാണോ, അതോ എന്തെങ്കിലും പ്രത്യേക റീസൺ വല്ലതും ഉണ്ടോ ആഭരണം, അതോ ആരും ബന്ധക്കോസുകാർ ഇടാത്തത് കൊണ്ട് ഇടാത്തതാണോ, എങ്ങനെയാ? അല്ല വചനം മനസ്സിലാക്കിയിട്ട് തന്നെ. അപ്പം ഞാൻ ആഭരണം ഊരി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാനത് അങ്ങോട്ട് ഇടിയിക്കാം, വരുന്ന ശിക്ഷ എന്ത് വന്നാലും ഞാൻ മേടിച്ചോളാം എന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെ ഒരിക്കലും ദൈവത്തോട് പറയാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ഞാൻ പിന്നെ ഇരുന്നു കൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ കണക്കിടരുതേ, അവിവേകമായിട്ട് സംസാരിച്ചു പോയതാണ്, ക്ഷമിച്ചു കൊടുക്കണം. പക്ഷേ ആഭരണം ഊരുക എന്നുള്ള ദൈവവചനം എനിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതിന് നിങ്ങളുടെ ആഭരണങ്ങളെ നീക്കിക്കളവീൻ എന്നുള്ള ദൈവത്തിന്റെ വചനം. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങനെ വചനം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിക്കേണ്ടത് സ്വർണം വെള്ളി വിലയേറപ്പെട്ട വസ്തു എന്നിവയെ കൊണ്ടല്ല. അല്ലെന്ന് പറഞ്ഞാൽ അന്നെന്നും പറഞ്ഞ് എനിക്ക് എടുത്തിടാൻ പറ്റത്തില്ലല്ലോ. ആ ദൈവവചനത്തിന്റെ മുമ്പിൽ ഞാൻ സറണ്ടർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇവരോട് പറയാൻ എന്നാ പറഞ്ഞാലും അതിനെതിരായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമായിരുന്നു അതെല്ലാം. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് ഒരു വചനം ഇവരോട് പറയാൻ തക്കൊണ്ട് എന്നെ ബലപ്പെടുത്തുന്ന ഒരു വചനം എനിക്ക് തരണം എന്നും പറഞ്ഞ് ഞാനിങ്ങനെ വേദവസ്ഥ അന്വേഷിച്ച് നടക്കുക. ഒരു കൂട്ടായ്മയിൽ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഒരു ദേവദാസൻ ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയാ, ഇപ്പൊ വന്ന ആ സഹോദരിയോട് ഒരു ദൈവത്തിന്റെ ആലോചന, നാളുകളായി ഒരു ദൈവവചനം അന്വേഷിച്ച് നടക്കുന്നു. യോബ് 22 മുതൽ വായിച്ച് ബലം ഏറ്റെടുത്തു കൊള്ളുക എന്ന് പറഞ്ഞു.
ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിന്റെ പൊന്നു പൊടിയിലും നിന്റെ ഓഫീർ തങ്കം തോട്ടിലെ കല്ലിനിടയിൽ ഇട്ടുകളക, അപ്പോൾ സർവശക്തൻ നിനക്ക് പൊന്നും വെള്ളിവാളും ആയിരിക്കുമല്ല, നീ സർവശക്തിയിലേക്ക് നോക്കി പ്രാർത്ഥിക്കും, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരം വരും എന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ആ വചനം അങ്ങ് ഏറ്റെടുത്തു. അതെന്നെ അങ്ങ് ബലപ്പെടുത്തി. ഞാൻ അത് പിന്നെ ആഭരണം ധരിക്കത്തില്ല എന്നുള്ളൊരു കൊന്നു കളഞ്ഞാലും ഞാൻ ആഭരണം ധരിക്കത്തില്ല എന്നുള്ള തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഈ ദൈവഭാഗത്തേക്ക് വരാനിടയായത്. അതിനു മുമ്പ് ഞാൻ 6 വർഷം പ്രാർത്ഥിച്ചതല്ലേ, ഒരു മറുപടി ഇല്ലായിരുന്നു. പക്ഷെ ഈ വചനത്തിന് മുമ്പിൽ ഞാൻ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ജീവൻ പോയാലും ഞാൻ ഇടത്തില്ല എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കഴിഞ്ഞാണ് പ്രിയപ്പെട്ടവൻ വിശ്വാസത്തിലേക്ക് വരാൻ ഇടയായി തീർന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ആ വചനം നീക്കാനായിട്ട് ഇടയായത്. ഞാൻ അതിൽ വളരെ സന്തോഷിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ വചനം അറിയുന്നതെല്ലാം അനുസരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഏത് വചനം മനസ്സിലാക്കിയാലും അത് അനുസരിക്കാൻ ദൈവമേ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും. പൂർണ്ണതയായെന്നല്ല, ആഗ്രഹിച്ചും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏത് വചനം മനസ്സിലാക്കി തന്നാലും അത് അനുസരിക്കാനുള്ള കൃപയും കൂടെ ദൈവം തരണമെന്ന്. ഓക്കെ ഓക്കെ അങ്ങനെ ആൻറ്റി. ഇനി ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകമാകുന്ന അനുഭവങ്ങൾ ആൻറ്റിയുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് ചെയ്ത ഓർമ്മയിൽ? കർത്താവ് ഇത് ഓർമ്മയിൽ ഓരോ ദിവസവും നടത്തുന്ന ദൈവകൃപയാണെന്നുള്ള കാര്യം എനിക്കറിയാം. ഞങ്ങൾ രണ്ടുപേരെയും, കാരണം 80 വയസ്സിന് മുകളിലായി, 82 വയസ്സായി പ്രിയപ്പെട്ടവന്, എനിക്ക് 76 വയസ്സുമായി. ഞങ്ങളെ ഇവിടെ പിന്നെ ഞങ്ങൾ കൊല്ലാട്ട് പാർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ഒരു സ്വപ്നത്തിലൂടെ ഒരു കാര്യം അറിയിച്ചു. പാർക്കാൻ ഒരുക്കിയിരിക്കുന്ന ഭവനം എന്നും പറഞ്ഞ് ഇപ്പം ഞങ്ങൾ ഈ പാർക്കുന്ന ഈ ഭവനം അറിയിച്ചു കൊടുത്തു. പിന്നെ അപ്പൊ ഈ ഇത്രയും ഈ പ്രായത്തിൽ കർത്താവിന് വേണ്ടി ആൻറ്റി എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ 76-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ വേലയിൽ ആൻറ്റി എങ്ങനെ ഭാഗമാക്കായിത്തീരുന്നു? ഭാഗമായിത്തീരുന്ന പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്, ക്ഷീണിതരായിട്ട്, ബലഹീനരായിട്ട്, ബന്ധിതരായിട്ട്, രോഗികളായിട്ട്, ആത്മഹത്യക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, അങ്ങനെ കടന്നു വരുന്ന അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യുന്നത്. ഭവനത്തിൽ പലരെ അയക്കാറുണ്ട് ദൈവം. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു കുടുംബം അടുത്ത സമയത്ത് ഒരു മാസം മുമ്പ് വിളിച്ചു പറഞ്ഞു, എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, മോൻ പറയുന്നു നമുക്ക് ആത്മഹത്യ ചെയ്യാം എന്ന് പറയാന്ന് പറഞ്ഞു. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രയാസം തോന്നുന്ന ഒരവസ്ഥ. കാരണം ബിടെക് പാസ്സായതാണ് മകന്. ജർമ്മനിക്ക് പഠിക്കാൻ പോയി. അവിടെ ചെന്നിട്ട് മാനസികമായ ശകലം ഡിപ്രഷനായിട്ട് തിരിച്ചു പോന്നു. 30 ലക്ഷം രൂപ അവർക്ക് കടമായി. അപ്പൊ അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേനാണ് മകൻ ഇവിടെ ജോലി ചെയ്യാനോ ജോലിക്കൊരു ശ്രമം നടത്താനോ ഒന്നിനും പറ്റാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനം എടുക്കുന്നത്. ഏതായാലും ദൈവകൃപയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആത്മഹത്യയെന്ന് ദൈവം ഒഴിവാക്കി കൊടുത്തു. ദൈവം വഴി തുറക്കും. ദൈവത്തിങ്കിലേക്ക് ഒരു മടങ്ങിവരവ് വരണം. ദൈവത്തെ ചോദ്യം ചെയ്യുകയോ പിറുപിറുക്കുകയോ ചെയ്യാതെ, കഷ്ടത വരുന്ന സമയത്ത് പിറുപിറുപ്പുണ്ടാകരുത്. ദൈവത്തെ ചോദ്യവും ചെയ്യണ്ട. കാരണം ദൈവം സകലത്തിന് മതിയായ ദൈവമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത പല കാര്യങ്ങളെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞവരെ ബലപ്പെടുത്താൻ ദൈവം സഹായിച്ചു. അങ്ങനെ കടന്നു വരുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ദൈവം കൃപ തരുന്നുണ്ട്. പ്രായത്തിൽ അതാണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് സഹായിക്കട്ടെ. എല്ലാ കാര്യങ്ങളും കർത്താവിന്റെ കാര്യത്തിൽ, ചെറുതും വലുതുമായ ആവശ്യങ്ങള്, നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കാനാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ദൈവം അതിനകത്ത് സഹായിക്കുന്നു. ഞാൻ ചെറുപ്രായത്തില് എൻ്റെ 5ാം ക്ലാസ്സിലെ പഠിത്തം മുതലാണ് എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന് പഠിക്കാനിടയായത്. അതൊരു പെന്തക്കോസ്തുകാരത്തി അമ്മച്ചി സ്കൂളിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ വിളിച്ചിരുത്തി സമയം പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോൾ സ്തോത്രം ചെയ്യണം, ഇറങ്ങുമ്പോൾ സ്തോത്രം ചെയ്യണം, എല്ലാറ്റിനും സ്തോത്രം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. ദൈവകൃപയാലെ ഈ വലിയ ആക്സിഡന്റുകൾ ഉണ്ടായ സമയത്ത് സ്തോത്രം പറയുമായിരുന്നു. എപ്പോഴും നമ്മൾ സ്തോത്രം ഇടപെടാതെ സ്തോത്രം ചെയ്യുക, എപ്പോഴും സ്തോത്രം ചെയ്യുക, എല്ലാറ്റിനായിട്ട് സ്തോത്രം ചെയ്യുക എന്നുള്ള ദൈവത്തിന്റെ വചനം 5ാം ക്ലാസ്സിലേ പഠിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം വെച്ചാൽ, ചെറിയ കുട്ടികളെ ആണെങ്കിലും അവരെ പഠിപ്പിച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരത് പ്രാക്ടിക്കലാക്കിക്കൊള്ളും. ചെറുപ്രായത്തിലെ പഠിപ്പിക്കുന്നത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യണം. അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ ഇപ്പം നിങ്ങളെപ്പോലെ ഈ ചാനലുകളിലൂടെ ആണെങ്കിലും സംസാരിക്കുന്നത് കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ പ്രയോജനം ചെയ്യുന്ന അവസ്ഥ. ഇപ്പൊ എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. രാവിലെ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ സ്തോത്രം ചെയ്യും. എല്ലാ കാര്യവും ദൈവത്തെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്തിട്ടാണ് കയറുന്നത്. ഇത്രയും പ്രായം ഉണ്ടെങ്കിലും ദൈവകൃപയാലെ കാര്യങ്ങൾ അടുക്കോടെ ചുറ്റോടെ ചെയ്യാൻ ദൈവം ഇന്നും സഹായിക്കുന്നുണ്ട്.
അത് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഓരോരുത്തരുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിച്ച് ദൈവം സഹായിച്ച് നടത്തുന്ന അവസ്ഥയുണ്ട്. ഓക്കെ. അതാണ് ആൻറ്റിയുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പാഠങ്ങൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ അനുസരിക്കാനും അത് മനസ്സിലാക്കാനും അത് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുവാനും ദൈവം ആൻറ്റിയെ ആ സഹായിച്ചിട്ടുണ്ട്. ദൈവം ആ, സഹായിച്ചിരിക്കുന്നു. അതെ. അതൊരു വലിയ ഒരു ഇതാണ്. കാരണം നമ്മളെ പലരും ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമെങ്കിലും നമ്മളത് അത്രത്തോളം പ്രായോഗിക ജീവിതത്തിൽ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുവാൻ മനുഷ്യർ പലപ്പോഴും എന്തോ ചെയ്യാറില്ല, അതാ ആഗ്രഹിക്കാറില്ല. ഞാൻ ഞാന് പറഞ്ഞല്ലോ, ആ നീരസത്തിന്റെ വിഷയം, ഒരു നീരസം പോലും നമ്മുടെ ജീവിതത്തിന് ഉം, ഒത്തിരി പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന അവസ്ഥ വരും. ഉം, അപ്പൊ അങ്ങനെ കയ്പോ ഇടർച്ചയോ ഈർഷ്യോ ഒന്നും കൂടാതെ ജീവിക്കാൻ ദൈവം നമുക്ക് കൃപ തരും. കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനകത്ത് കൃപ തരും. ഉം, മറ്റുള്ളവരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ വളരെ ശ്രദ്ധ കൊടുക്കാറുണ്ട്. പ്രാർത്ഥിക്കാൻ വരുന്നവരോട് ഉം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഞാൻ ചോദിക്കുകയും അവർക്കും അങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് വരാനായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഉം, സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ. ഉം. ഓക്കെ ആൻറ്റി, ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ആൻറ്റിയുടെ അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യം നല്ല വിശ്വസ്തയോട് ഡിസിപ്ലിനോടുകൂടി കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും കർത്താവ് സ്തോത്രം. ആൻറ്റിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, കുടുംബമായി പിന്നെയും സ്തോത്രം. വിശ്വസ്തയോടെ കർത്താവ് നിലനിർത്തുമാറാകട്ടെ. ഞങ്ങളോടൊപ്പം ആയിരുന്നതിൽ ഒത്തിരിയധികം സന്തോഷമുണ്ട്, സ്നേഹമുണ്ട്. കർത്താവ് സ്തോത്രം. ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഒക്കെ തന്ന് കർത്താവ് ആൻറ്റിയെ നിലനിർത്തട്ടെ. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് ജയിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. അല്ലെങ്കിൽ ആൻറ്റി പറഞ്ഞതുപോലെ ഞാൻ ഓരോ ദിവസവും കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്നെന്ന് പറഞ്ഞ ഒരു വലിയ പ്രത്യാശയാണത്. തീർച്ചയായിട്ടും. ഉം, കാരണം ഇന്ന് മരിച്ചാലും എനിക്ക് പ്രത്യാശയുണ്ട്. ഉം, ഇപ്പം നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് വളരെ സന്തോഷമുണ്ട്, പ്രത്യാശയുണ്ട്. ഉം, കർത്താവിന്റെ സന്നിധി ചെല്ലണം. ഇതെന്റെ വലിയ ആഗ്രഹമാണ്. ഉം, ദൈവരാജ്യത്തിൽ ചെല്ലണം. അപ്പം ഇപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഉം, ദൈവം എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നെ. അപ്പൊ ഉം, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വിൽസണിയിൽ എടുത്ത തീരുമാനം അന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഉം, പക്ഷെ ഇന്ന് അതും കൂടെ പറയാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഉം, അതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നെ സഹായിച്ച ജിസിനും പിന്നെ ഷേർലി മോഹൻ ഡോക്ടർക്കും അവരൊക്കെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് അത് ദൈവം ഉപയോഗിക്കുന്നു. ഒരു കാര്യം ചെയ്യണമെന്ന് വരികില് അങ്ങനെ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. ഓരോരുത്തരെ അവരെയൊക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ അവസരം തന്ന കർത്താവിന്റെ ദാസിയോടും ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ആ, ഓക്കെ. എല്ലാം ഓക്കെ. താങ്ക് യു ആൻറ്റി.